നമസ്കാരം. മലയാള മനോരമയുടെ ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ മനോരമ ഹൊറൈസണും ഫോർച്യൂൺ IAS അക്കാദമിയും സംയുക്തമായി UPSC സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവർക്ക് നടത്തുന്ന ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. UPSC സിവിൽ സർവീസ് പരീക്ഷ എന്താണ്? UPSC സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് എങ്ങനെ ഒരുങ്ങണം? UPSC സിവിൽ സർവീസ് പരീക്ഷ ക്ലിയർ ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന നിരവധി അവസരങ്ങൾ എന്തൊക്കെയാണ് എന്നിങ്ങനെ UPSC സിവിൽ സർവീസ് പരീക്ഷയുടെ വിവിധ വശങ്ങളെ കുറിച്ചും അതിനോടൊപ്പം തന്നെ ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യയിലെ ഏറ്റവും മികച്ച പദവികളിലൊന്നായ ഇന്ത്യൻ ഫോറിൻ സർവീസിനെ കുറിച്ചും നമ്മളോട് സംസാരിക്കാനായി നമ്മളുടെ അതിഥിയായി ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ശ്രീ മനോജ് മാധവ് IFS ആണ്. ഏറ്റവും സ്നേഹത്തോടെ, ഏറ്റവും ബഹുമാനത്തോടെ ശ്രീ മനോജ് മാധവിനെ നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം. നമ്മളോടൊപ്പം ഇന്നുള്ളത് നിരവധി വർഷങ്ങൾ UPSC സിവിൽ സർവീസ് പരിശീലന രംഗത്ത് നിരവധി വർഷങ്ങളെ അനുഭവ സമ്പത്തും ഫോർച്യൂൺ IAS അക്കാദമിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ശ്രീ മുനിദർശൻ വിജിയാണ്. അദ്ദേഹത്തെയും ഏറ്റവും സ്നേഹത്തോടെ നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സർ. താങ്ക് യു സർ. താങ്ക് യു. നമ്മളുടെ ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യാനായി നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചിരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരെയും നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരോടുമായി ഒരു അറിയിപ്പ് കൂടിയുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ചാറ്റ് രൂപത്തിൽ ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ റൈറ്റ് സൈഡിൽ കാണുന്ന ചാറ്റ് ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ചോദ്യങ്ങൾക്ക് സമയത്തിന്റെ ലഭ്യത അനുസരിച്ച് ഈ ഒരു സെഷനിലൂടെ തന്നെ മറുപടികൾ നൽകുന്നതുമായിരിക്കും. എല്ലാവർക്കും ഏറ്റവും വിജ്ഞാനപ്രദമായ ഒരു സമയം ആശംസിക്കുന്നു. Okay, thank you, Seven. Thank you very much. Hope I'm audible to everyone. So, you're audible. Okay. So, I'm seeing people are still coming in. So this is how we are planning to do it. We will first hear from Manoj. First, there will be an introduction by me. I just introduce you to the person that Manoj Madhav is. Then he would be talking about his journey. Then we will take questions. So the first part is talking about Manoj Madhav. So I think first time I'm meeting him is around like 3-4 years back. And still remember, see, there are other type aspirants in Daranda. There are some people who are always intense. There are some people who would be very laid back. Randa type are. Manoj is sometimes a combination of both. Like you knew he's a very intense aspirant. You will feel the intensity and the fight whenever he goes for an exam. ഒരു ഏതൊരു എക്സാം ആയിരുന്നാലും ഏതൊരു ഇവന്റ് ആയിരുന്നാലും ഏറ്റവും ബെസ്റ്റ് കൊടുക്കും, സെക്കൻഡ് കൊടുക്കില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളാണ് മനോജ്. സോ ദാറ്റ് ഇസ് ദി ഫസ്റ്റ് തിങ് വിച്ച് ഐ നോട്ടിസ്ഡ് അബൌട്ട് മനോജ് മാധവ്. അപ്പോ the story goes like first he's from NIT Calicut. After his college, in his first attempt, I think he went till interview. All of us were expecting for him to get through. But surprisingly, he did not. So it was a very disappointing this thing. And many people also got through at the same time. But then he went back, he worked. He worked for a couple of years in Bangalore. And last year, he again goes to interview. And this time, he clears. Top rank, and he gets to Indian Foreign Service, which Foreign Service is a coveted service for many people, especially for Kerala. I think of the 17 people which has been recruited into Foreign Service, I think 5 people or 6 people are from Kerala, I guess. Right? So Manoj will be talking to you more about that. Manoj will be talking to you about the challenges he faced, also about how he prepared while working. അതൊരു ചാലഞ്ചാണ്. ഇപ്പോൾ നിങ്ങൾ പലരും അറിയാൻ ഉദ്ദേശിക്കുന്നത് അതായിരിക്കും, about how do you prepare when you are also working, which is a different kind of challenge. മിക്ക aspirants, I think majority of aspirants take a leave from their job or they take a complete break from whatever else they are doing and they prepare. How do you prepare while working and be successful at it? Be successful like Manoj, get a top 100 rank. How are you? So that's what Manoj is going to be talking to you about. Manoj session കഴിഞ്ഞിട്ട് we will be taking up questions from you as well, subject to time. Okay. So എല്ലാ questions എടുക്കാൻ പറ്റില്ല, ചില questions എടുക്കാം, ചിലത് we may have to skip. Okay. We'll try to take in maximum questions we can in the time. Okay. So
ഇത് നടക്കുന്നതിനിടെ തന്നെ നിങ്ങളുടെ ചില ക്വസ്റ്റ്യൻസ് വിൽ ഓൾറെഡി ബി ക്ലിയർഡ് വെൻ മനോജ് സ്പീക്സ്. അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വി വിൽ ടേക്ക് അപ്പ് in the session afterwards. You can put the questions in the chat. I will be going through the questions and I'll be selecting the questions to be taken at the end of it. So that's it from my side. Manoj, the field is open for you. You can take over. Thank you, Manichetta. Thank you for those kind words. Good morning, everyone. Namaskaram. And I'll be talking about my journey. Manichetta parnadole, my journey has been very, it's different. I prepared for some time, then things did not work out. Adinu sheshana njan jolikku poyathu and joliyude koode irunnu pareeksha ezhudiyathu. So I'll talk about how this went about for me. And also എങ്ങനെയാണ് വർക്കിൽ ഇരുന്നിട്ട് ഇതിനെക്കുറിച്ച് ഈ എക്സാമിന് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചും ഞാൻ സംസാരിക്കുന്നതായിരിക്കും. ലെറ്റ് മീ കൺഫേം വൺ തിങ്. ആം ഐ ഓഡിബിൾ? ഓൾറൈറ്റ്. സോ ഞാൻ ഈ കോളേജ് പഠിക്കുന്ന സമയത്ത് ഞാൻ പഠിച്ചത് NIT കാലിക്കറ്റിലാണ്. സ്കൂളിംഗ് എല്ലാം ട്രിവാൻഡ്രത്ത് തന്നെയായിരുന്നു, ക്രൈസ്റ്റ് നഗറിലായിരുന്നു. അതിനുശേഷം NIT കാലിക്കറ്റിൽ അഡ്മിഷൻ കിട്ടി. ഞാൻ പഠിച്ചത് കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. സോ അവിടെ തേർഡ് ഇയർ പഠിക്കുമ്പോഴാണ് ബേസിക്കലി ഈ എക്സാമിനെ കുറിച്ചും ഈ ജോലി ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചും ഒക്കെ ഒരു ആദ്യമായിട്ട് കേട്ടു തുടങ്ങുന്നത്. അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ കിങ്ങിലും സുരേഷ് ഗോപി കമ്മീഷണറിലും മാത്രം കണ്ടിട്ടുള്ള കഥാപാത്രങ്ങളാണ് സിവിൽ സർവൻസ് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ആദ്യമായിട്ട് അങ്ങനെ കേൾക്കുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി, ഒരു കൗതുകം തോന്നി. സോ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ചു. മെല്ലെ മെല്ലെ എപ്പോഴോ ഒരു ക്യൂരിയോസിറ്റി ആയിട്ട് തുടങ്ങിയ സാധനം ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് തുടങ്ങി. വായിക്കാൻ തുടങ്ങി, അതിനെ കുറിച്ച് എക്സാമിനെ കുറിച്ച് അതിന്റെ ചലഞ്ചസ് വായിച്ചു തുടങ്ങി. ക്ലിയർ ചെയ്ത ആൾക്കാരുടെ ഇന്റർവ്യൂസ് കാണാൻ തുടങ്ങി. സോ ഗ്രാജുവലി ആ ഒരു ക്യൂരിയോസിറ്റി എന്ന് പറയുന്ന സാധനം ഒരു ഒരു മോർ എന്താണ് പുറകെ പോയി അതൊന്ന് ശ്രമിച്ചു നോക്കണം എന്നൊരു തോന്നൽ ഉള്ളിൽ വരാൻ തുടങ്ങി. സോ അങ്ങനെയാണ് ഓക്കെ, വോയിസ് ഇസ് ടു ലോ. ഓൾറൈറ്റ്. സോ അങ്ങനെയാണ് ഞാൻ ഈ എക്സാം എഴുതാൻ തീരുമാനിക്കുന്നത്. അപ്പൊ ഞാൻ കോളേജ് ഫൈനൽ ഇയർ ആയപ്പോഴത്തേക്കും ഐ ഡിസൈഡഡ് ദാറ്റ് ഐ വിൽ നോട്ട് ബി സിറ്റിംഗ് ഫോർ ക്യാമ്പസ് പ്ലേസ്മെന്റ്സ്. അങ്ങനെ ക്യാമ്പസ് പ്ലേസ്മെന്റ്സ് വേണ്ട എന്ന് തീരുമാനിച്ച ശേഷം ഞാൻ ആക്ച്വലി 2016 തന്നെ വെറുതെ ഒരു പ്രാവശ്യം എക്സാം എഴുതിയിരുന്നു, മര്യാദക്ക് പഠിക്കാണ്ട് 2016. സോ ഒബ്വിയസ്ലി ഐ ഡിഡ് നോട്ട് ക്ലിയർ. പക്ഷേ 2016 തൊട്ട് 17 വരെ ഐ ആക്ച്വലി വാണ്ടഡ് ടു ഗിവ് പ്രോപ്പർ അറ്റംപ്റ്റ്. അങ്ങനെയാണ് ഞാൻ നാട്ടിൽ ട്രിവാൻഡ്രത്തേക്ക് തിരിച്ചു വരുന്നത്. ആൻഡ് തിരിച്ചു വന്ന സമയത്താണ് ഞാൻ ഫോർച്യൂണിൽ ആദ്യമായിട്ട് പോകുന്നത്. എന്റെ സ്കൂൾ സീനിയേഴ്സ് ശ്രീശാഖേട്ടനൊക്കെ കണ്ട് സംസാരിച്ചു. അങ്ങനെയാണ് ഐ മീറ്റ് ഹിം അറ്റ് ഫോർച്യൂൺ. സോ ദാറ്റ്സ് ഹൗ ഐ മെറ്റ് മുനിച്ചേട്ടൻ ഓൾസോ അവിടെ. ദെൻ ഐ സ്റ്റാർട്ടഡ് പ്രിപ്പയറിംഗ്. അപ്പോൾ ബേസിക്കലി എന്നെ സംബന്ധിച്ചിടത്തോളം ഈ എക്സാമിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. എങ്ങനെയാണ് ഈ എക്സാം എഴുതേണ്ടതെന്ന് അറിയില്ല, എന്താണ് ഇതിന് ചോദിക്കുന്നതെന്ന് അറിയില്ല. കുറച്ച് സിലബസ് ഉണ്ടെന്ന് അറിയാം, കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് അറിയാം. എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഇവരെങ്ങനെയാണ് ചോദ്യം ചോദിക്കുന്നത്, ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ഫണ്ടമെന്റൽ അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ല എനിക്ക്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇവരെല്ലാരെയും കാണുന്നത്. സോ ആ സമയത്ത് ദ ഫസ്റ്റ് തിങ് ഐ ഡിഡ് വാസ്, ആ സമയത്ത് പ്രിലിംസ് പാസ്സായില്ല. പക്ഷേ ദ ഫസ്റ്റ് തിങ് ഐ ഡിഡ് ഇസ് ഐ എൻറോൾഡ് മൈസെൽഫ് ഫോർ ഒരു മെയിൻസ് ടെസ്റ്റ് സീരീസിന് എൻറോൾ ചെയ്തു. ഐ തിങ്ക് ഫോർച്യൂണലിന്റെ മെയിൻസ് ടെസ്റ്റ് സീരീസിനാണ് എൻറോൾ ചെയ്തത്. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഐ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് എ ഹാങ് ഓഫ് ഇറ്റ്. So answer writing നന്നായെന്നല്ല, പക്ഷെ ഐ സ്റ്റാർട്ട് ഗെറ്റിംഗ് എ ഹാങ് ഓഫ് വാട്ട് ദിസ് എക്സാം ഇസ് ഓൾ അബൌട്ട്. മെല്ലെ മെല്ലെ ഇതാണ് എക്സാം, ഇതൊക്കെയാണ് പഠിക്കേണ്ടത്, ഇങ്ങനെയാണ് ഇതിന്റെ ആൻസർ എഴുതേണ്ടത്, നല്ല ആൻസേഴ്സ് ഒക്കെ ഇങ്ങനെയാണ് ചിലപ്പോൾ വരുന്നത്. സോ ഐ സ്ലോലി സ്റ്റാർട്ട് ഗെറ്റിംഗ് എ ഹാങ് ഓഫ് ഇറ്റ്. ഇത് പഠിക്കുന്ന ആൾക്കാരെ കൂടുതൽ പരിചയപ്പെട്ടു, ആ ഒരു സർക്കിൾ ഒക്കെ ഉണ്ടായി. സോ ജനറലി I was introduced to the circle of this exam മെല്ലെ മെല്ലെ. ഇറ്റ്സ് എ ഗ്രാജുവൽ പ്രോസസ്. സോ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലൊന്ന് ഇതൊരിക്കലും, സോ എവരിവൺ കീപ്സ് സേയിങ് ദിസ്, ഇറ്റ്സ് നോട്ട് എ 100-meter റേസ്, ഇറ്റ്സ് എ മാരത്തൺ. സോ യു ഗെറ്റ് ഇൻട്രൊഡ്യൂസ് ടു തിങ്സ് ഗ്രാജുവലി. അപ്പോൾ എല്ലാം ഒരു ദിവസം പോയി പഠിച്ചിട്ട് ഒരിക്കലും ഈ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് എ ലോട്ട് ഓഫ് തിങ്സ്. ഇപ്പൊ നിങ്ങൾ ധാരാളം വർക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എക്സാം ക്ലിയർ ആണെന്ന് നിർബന്ധമല്ല. ഫോർ എക്സാമ്പിൾ ഞാൻ 2017 എന്റെ ബെസ്റ്റ് അറ്റംപ്റ്റ് കൊടുത്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, മെയിൻസ് ഒക്കെ വെച്ചിട്ട്. പക്ഷെ ആ വർഷം ഞാൻ ക്ലിയർ ആയില്ല. 2019 ഞാൻ ഒരു ജോലിയിൽ ഇരുന്ന് സർക്കസ് കളിച്ചിട്ടാണ് ഐ ഗേവ് ദി എക്സാം. സോ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് എ ലോട്ട് ഓഫ് തിങ്സ്. നിങ്ങൾ വർക്ക് ചെയ്താൽ മാത്രം പോരാ, നിങ്ങളുടെ സമയവും സാഹചര്യവും അന്നത്തെ ലക്ക് ഫാക്ടറും അതെല്ലാം കറക്റ്റ് ആയിട്ട് വരുമ്പോൾ മാത്രമേ എക്സാം ക്ലിയർ ആവത്തുള്ളൂ. സോ ഗോയിങ് ബാക്ക് ടു വെയർ ഐ പോസ്റ്റ്. അപ്പൊ അതിനുശേഷം 2016 to 17 ഐ ഗേവ് എ പ്രോപ്പർ അറ്റംപ്റ്റ്. ഞാൻ മര്യാദയ്ക്ക് പഠിച്ച് ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ട് പഠിച്ചു. ആക്ച്വലി ഇരുന്ന് നോട്ട്സ് ഒക്കെ ഉണ്ടാക്കി ഓരോ സബ്ജക്റ്റും നന്നായിട്ട് പഠിച്ച. But then one mistake I did was when I qualified mains, I did not give enough attention for the interview. അധികം മോക്കൊന്നും എടുത്തില്ല. I was laid back.
കുറച്ച് ഉഴപ്പി ആക്ച്വലി ഇന്റർവ്യൂവിന്. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ ദാറ്റ് ഷോഡ് ഇൻ ദ മാർക്സ് ഓൾസോ. അപ്പൊ ഐ ഡിഡ് നോട്ട് ക്ലിയർ ദാറ്റ് ടൈം. അപ്പൊ ദാറ്റ് വാസ് ഒരു ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല ഞാൻ ക്ലിയർ ചെയ്യില്ല എന്നുള്ളത്. അപ്പൊ ആ സമയത്ത് ഐ ഫെൽറ്റ് റിയലി ലോ. അപ്പൊ എന്ത് ചെയ്യണം, ഇനി എങ്ങനെ, ഹൗ ടു ഗോ അബൌട്ട് ദിസ് എക്സാം, ഐ ഓൾറെഡി വേസ്റ്റഡ് 2 years ഓഫ് മൈ ലൈഫ് എന്നൊരു തോന്നലൊക്കെ ഇങ്ങനെ ഉള്ളിൽ വരാൻ തുടങ്ങി. എന്റെ ഫ്രണ്ട്സ് ഓൺ ദി അതർ ഹാൻഡ് ദേ ആർ ഡൂയിങ് ഗുഡ്, ദേ ഗോട്ട് എ ഗുഡ് പ്ലേസ്മെന്റ്, ദേ ഗോട്ട് എ ഗുഡ് ജോബ്. അപ്പോ ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുകയാണ്, അങ്ങനത്തെ തോന്നലൊക്കെ മനസ്സിലായി. ഐ മീൻ ഇറ്റ്സ് എ ഗ്രാജുവൽ, ഐ മീൻ ഇറ്റ്സ് എ വെരി നോർമൽ തിങ് ടു ഹാപ്പൻ അല്ലെ. അതായത് നിങ്ങൾ കുറെ എഫേർട്ട് ഇട്ടിട്ട് സാധനം കിട്ടില്ല എന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ സെൽഫ് ഡൗട്ട് ഉണ്ടാവും, നിങ്ങളുടെ എബിലിറ്റീസിൽ വിശ്വാസക്കുറവുണ്ടാവും. അതാണ് നിങ്ങളുടെ അതേ പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാർ നന്നായിട്ട് ചെയ്യുന്നത് കാണുമ്പോഴത്തേക്കും ആ ഒരു ഇറ്റ്സ് നോട്ട് എ വെരി ഈസി പ്ലേസ് ടു ബി. സോ ദാറ്റ് ഐ നോ. ആ ഒരു സാഹചര്യത്തിലാണ് ഐ ഡിസൈഡഡ് മേ ബി. അത് മാത്രമല്ല, ആസ് വി പ്രോഗ്രസ്, ഈ പ്രായം മുന്നോട്ട് വരുന്നതോറും യു വിൽ ഹാവ് ദീസ് ക്വസ്റ്റ്യൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ് കമ്മിങ് ടു യു. ഓക്കെ, ഇപ്പോ ഇത്ര വയസ്സായി, ഇനിയിപ്പോ എങ്ങനെയാണ് ജോലി ഇല്ലാണ്ടിരുന്നാൽ ശരിയാവോ? സോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് മാറും. സോ വെൻ യു ഫ്രഷ് ഔട്ട് ഓഫ് കോളേജ് യു ഡോണ്ട് ഹാവ് ഓൾ ദീസ് ക്വസ്റ്റ്യൻസ് കമ്മിങ് ടു യു. സോ യു ആർ സ്റ്റിൽ ഫ്രഷ്, പീപ്പിൾ ആർ നോട്ട് ഗോയിങ് ടു ക്വസ്റ്റ്യൻ യു. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഒരു 2-3 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും യു വിൽ സ്റ്റാർട്ട് തിങ്കിങ്, ഓക്കെ ഇനിയിപ്പോ എന്താണ് ജോലി വേണ്ടേ, ഷുഡന്റ് ഐ സ്റ്റാർട്ട് ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റീസ്. അപ്പൊ ഇതും ബാക്ക്ഗ്രൗണ്ടിൽ നടക്കും. അപ്പൊ അതുകൊണ്ടാണ് ഒരു കാര്യം ഞാൻ എപ്പോഴും പറയാറുള്ളത് എല്ലായിടത്തും, വെൻ യു ആസ്ക് അബൌട്ട് ദിസ് എക്സാം ടു സംവൺ, മേക്ക് ഷുവർ ടു ലിസൺ ടു ഓൺലി തിങ്സ് ദാറ്റ് ആർ ആപ്ലിക്കബിൾ ടു യു. ഈ പരീക്ഷയെ കുറിച്ച് 100 ആൾക്കാരുടെ അടുത്ത് ചോദിച്ചാൽ 100 ആൾക്കാർ 100 കാര്യം പറയും. ആൻഡ് അത് പലതും നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആവണം എന്നില്ല. കാരണം നിങ്ങളുടെയും മറ്റേ ആളുടെയും സാഹചര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ്. അപ്പൊ അയാളുടെ എന്താണ് വിദ്യാഭ്യാസ സാഹചര്യം, അല്ലെങ്കിൽ ജോലി സാഹചര്യം, വീട്ടിലെ സാഹചര്യം, എക്കണോമിക് സിറ്റുവേഷൻ, എവറിത്തിങ് ക്യാൻ ബി ഡിഫറെന്റ്. അപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കാം. സോ ഐ വാസ് നോട്ട് അറ്റ് എ വെരി കംഫർട്ടബിൾ സിറ്റുവേഷൻ 2018 റിസൾട്ട് വന്നപ്പോൾ. സോ ഐ തോട്ട് അബൌട്ട് ഇറ്റ്, ഇനി എക്സാം എഴുതണോ, വേറെ ജോലിക്ക് പോകണോ. അപ്പോൾ ഇത് വന്നപ്പോഴത്തേക്കും ഐ ഡിസൈഡഡ് മേ ബി ഐ നീഡ് എ ബ്രേക്ക്. 2 വർഷമായി. സോ ഐ നീഡ് എ ബ്രേക്ക്. ഓൾസോ ഐ നീഡ് എ ബാക്കപ്പ് പ്ലാൻ. അതായത് ഇനിയിപ്പോ അടുത്ത അറ്റംപ്റ്റ് ഞാൻ ക്ലിയർ ചെയ്തില്ലെങ്കിലോ, സോ ഒരു ബാക്കപ്പ് പ്ലാൻ എനിക്ക് അത്യാവശ്യമാണ്. സോ മേ ബി ഒരു ജോലി ഇപ്പൊ അത്യാവശ്യമാണ് ഈ സാഹചര്യത്തിൽ എന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് എന്തോ ഭാഗ്യം കൊണ്ട് ആ സമയത്ത് ബാംഗ്ലൂരിൽ നിന്ന് എനിക്കൊരു ഓഫർ വന്നു. സോ ഐ വെന്റ്, എന്താണ് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, ടെലിഫോണിക് ഇന്റർവ്യൂ, 2-3 റൗണ്ട് ഉണ്ടായിരുന്നു. ഐ ക്ലിയർഡ്, ഐ ഗോട്ട് ദ ജോബ്. സോ അങ്ങനെ ബാംഗ്ലൂർ പോയി. സോ ട്രിവാൻഡ്രത്ത് നിന്ന് ബാഗും പാക്ക് ചെയ്ത് ബാംഗ്ലൂർക്ക്. ആൻഡ് ബാംഗ്ലൂരില് തിങ്സ് ആർ ന്യൂ ടു മീ. അപ്പം ആദ്യമായിട്ടാണ് കേരളത്തിന് പുറത്ത് താമസിക്കാൻ പോകുന്നത്. ഞാൻ കോളേജും കേരളത്തിലായതുകൊണ്ട് ഐ ഡു നോട്ട് ഹാവ് മച്ച് ഇഷ്യൂസ്. പക്ഷെ ആദ്യമായിട്ടാണ് പോകുന്നത്. സോ അതിൻ്റെതായിട്ടുള്ള ചലഞ്ചസ് ഉണ്ടായിരുന്നു. അപ്പോൾ എക്സാമിന്റെ ഇതിൽ നോക്കുമ്പോഴത്തേക്കും പ്രിപ്പറേഷൻ ഉള്ള സമയം ഇനിഷ്യൽ ഇയേഴ്സിൽ ബാംഗ്ലൂർ ചെന്നതിന് ശേഷമുള്ള സമയത്ത് ഇല്ലായിരുന്നു ബേസിക്കലി. കാരണം പുതിയ ജോലി പഠിക്കണം. ഐ കനോട്ട് ബി ബാഡ് അറ്റ് മൈ വർക്ക്. ഐ ഹാവ് ടു ലേൺ ദിസ് ഇസ് മൈ ബാക്കപ്പ് പ്ലാൻ. സോ ഐ ഹാവ് ടു ബി ഗുഡ് അറ്റ് ദിസ്. അപ്പോൾ അത് പഠിക്കണം. അപ്പൊ ആ ഒരു പ്രിപ്പറേഷനുള്ള സ്കോപ്പ് അവിടെ കുറഞ്ഞു വന്നു. പക്ഷേ ഫ്യൂ മന്ത്സ് ഇൻ ടു മൈ ജോബ്, ഐ തിങ്ക് ഓൾമോസ്റ്റ് എ ഇയർ ഇൻ ടു മൈ ജോബ്, 2018 ഒക്കെ തീരാറാവുന്ന സമയത്ത് 6-7 മന്ത്സ് കഴിഞ്ഞപ്പോഴത്തേക്കും ദിസ് തോട്ട് സ്റ്റാർട്ടഡ് കമ്മിങ് ടു മീ അഗൈൻ. ഐ മീൻ ഇനി ഇത് എഴുതണ്ടേ, ഒരു പ്രാവശ്യം തോറ്റുപോയി, ഓക്കെ, പക്ഷേ ഒരിക്കൽ കൂടെ ശ്രമിച്ചു നോക്കണ്ടേ, അങ്ങനത്തെ ഒരു തോട്ടൊക്കെ വരാൻ തുടങ്ങി. പക്ഷെ അഗൈൻ മൈ കൺസ്ട്രെയിന്റ് വാസ് ടൈം, ഹൗ ടു മാനേജ് ടൈം എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ ഞാനിപ്പോ ചെയ്യുന്ന ജോലിക്ക് എനിക്ക് ജസ്റ്റിസ് കൊടുക്കാൻ പറ്റുമോ. അപ്പൊ ഇങ്ങനെ പല ക്വസ്റ്റ്യൻസും ഒരു വർക്കിംഗ് പ്രൊഫഷണൽ എന്ന രീതിയിൽ, ഇങ്ങനെ പല ചലഞ്ചസ് നിങ്ങളുടെ കൂടെ വരും. നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെ ക്വാളിറ്റി നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുകയും വേണം. അപ്പൊ അതാണ് ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ചലഞ്ച് അതായിരുന്നു. എങ്ങനെയാണ് ഹൗ ടു ബാലൻസ് ബോത്ത് ഓഫ് ദിസ്. അപ്പോൾ ഇറ്റ് ഡസന്റ് കം ഔട്ട് ഈസി. അപ്പോൾ എന്റെ അഡ്വാൻറ്റേജിൽ ഉണ്ടായിരുന്ന ചില കാര്യങ്ങളുണ്ട്. വൺ, ഞാൻ ഓൾറെഡി 2017 പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഐ ഹാഡ് ഒരു ഹെഡ് സ്റ്റാർട്ട് ഉണ്ടായിരുന്നു എനിക്ക്. ആൻഡ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഫ്രഷ് ആയിട്ട് ഒരു കാൻഡിഡേറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ട സ്ഥലത്ത് ആയിരുന്നില്ല, ആ ഒരു പൊസിഷനിലായിരുന്നില്ല ഞാൻ. ആ ഒരു ചെറിയ അഡ്വാൻറ്റേജ് എനിക്കുണ്ടായിരുന്നു. എന്നാലും ഒരു കുറെ നാളത്തെ ബ്രേക്കിന് ശേഷം വെൻ യു സ്റ്റാർട്ട് ഫ്രഷ് ഇറ്റ്സ് ഡിഫറെന്റ്. അപ്പോൾ എനിക്കുണ്ടായിരുന്ന ഓപ്ഷൻസ് വളരെ കുറവായിരുന്നു. ഒന്ന്, വീക്കെൻഡ്സ് മാക്സിമം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക, സാറ്റർഡേസ് ആൻഡ് സൺഡേസ് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. 2, ഓഫീസ് കഴിഞ്ഞിട്ടുള്ള സമയം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. സോ അവിടെയും വേറെ ചലഞ്ച് ഉണ്ട്. അവിടെ വരുന്ന ചലഞ്ചാണ് മോട്ടിവേഷണൽ ചലഞ്ച്. അതായത് ബാംഗ്ലൂരിൽ രാവിലെ 8 മണി തൊട്ട് 5 മണിയുടെ ഒരു വർക്ക് കഴിഞ്ഞിട്ട്
ആ ട്രാഫിക്കും ഫൈറ്റ് ചെയ്ത് തിരിച്ച് ഫ്ലാറ്റിൽ വന്ന് കയറി കഴിയുമ്പോൾ where do you find that energy to start studying? So that's a question. രണ്ട്, ഒരാഴ്ചത്തെ വർക്ക് കഴിയുമ്പോൾ വീക്കെൻഡ് ഇസ് ഓൺലി ടൈം യു ഗെറ്റ് ടു റിലാക്സ്. സോ അഗൈൻ യു ഹാവ് ടു പിക്ക് അപ്പ് യുവർ ബുക്ക് ആൻഡ് ലേൺ. അപ്പൊ അതും ഒരു ചലഞ്ചാണ്. സോ ദാറ്റ്സ് വൈ യു ക്വസ്റ്റ്യൻ യുവർ സെൽഫ്, വൈ ആം ഐ ഡൂയിങ്, ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പരീക്ഷ എഴുതുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ പരീക്ഷ എഴുതുന്നത്. സോ യു വിൽ സ്റ്റാർട്ട് ആസ്കിങ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ടു യുവർ സെൽഫ്. ഞാൻ എന്തുകൊണ്ടാണ് തോറ്റുപോയത്. പിന്നെ ഈ പരീക്ഷ നമ്മൾ ക്ലിയർ ചെയ്യുന്നത് പലപ്പോഴും കുറെ ഫാക്ടേഴ്സിന്റെ ഫലമായിട്ടാണ്. ഒന്ന്, ഈ പരീക്ഷ ക്ലിയർ ചെയ്യാനുള്ള അമിതമായിട്ടുള്ള ആഗ്രഹം, ആ ജോലിക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹം. പിന്നെ ഈ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ എക്സാം ഭയങ്കരമായിട്ട് നമ്മുടെ ഈഗോയൊക്കെ ഹേർട്ട് ചെയ്യാൻ തുടങ്ങും. നീ പാസ്സായില്ല എന്നുള്ളത്. സോ അതുണ്ടാവും, ടു പ്രൂവ് ദാറ്റ് യു ക്യാൻ പാസ് ദിസ് എക്സാം. സോ അങ്ങനെ ഒരു കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സ് ആണ്. പിന്നെ പേരൻസിന്റെ എക്സ്പെക്ടേഷൻ, ധാരാളം ഫാക്ടേഴ്സ് ഒരുമിച്ച് വരുമ്പോഴാണ് യു ഗെറ്റ് മോട്ടിവേറ്റഡ്. അല്ലാതെ സഡൻലി യു സീ എ മൂവി, ഐ ഡോണ്ട് ബിലീവ് ഇറ്റ് ഇസ് സോ. ഒരു പെട്ടെന്നൊരു സിനിമ കണ്ടിട്ടുണ്ടാവുന്നതല്ല. സോ ഐ ബിലീവ് ദ ഫോഴ്സ് കംസ് വിത്തിൻ. ആ ഒരു ഇത്രയും ഫാക്ടേഴ്സ് ഒക്കെ വരുമ്പോഴാണ് ആ ഒരു ടയറിംഗ് ഡേ കഴിഞ്ഞിട്ട് വീണ്ടും ബുക്ക് എടുത്ത് വായിക്കാൻ എനിക്ക് തോന്നുന്നു ഹെൽപ്ഫുൾ ആവുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴും ചില ഫാക്ടേഴ്സ് ഉണ്ട്. ന്യൂസ് പേപ്പർ വായിക്കാൻ സമയം പോകും. സോ ഹൗ ഡു യു ഗോ അബൌട്ട് ഇറ്റ്? സോ ഐ റിലൈ ഓൺ ടെക്നോളജി, മൊബൈൽ ആപ്സ്, ന്യൂസ് പേപ്പർ ആപ്സ്, നോട്ട് പാഡ്സ് കയ്യിൽ വയ്ക്കുക, കാറിൽ ഇരിക്കുമ്പോഴത്തേക്ക് ന്യൂസ് വായിക്കുമ്പോൾ നോട്ട് ഉണ്ടാക്കുക, വീക്കെൻഡ്സിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് വായിക്കുക. സോ അങ്ങനെയൊക്കെ ആ ഒരു അത്തരത്തിലുള്ള ഷോർട്ട് കട്ട്സും ടിപ്സും ഒക്കെ വെച്ചിട്ടാണ് വർക്കിന്റെ ഇടയിൽ ഞാൻ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോയത്. എന്നാലും വളരെ സബ്സ്റ്റാൻഷ്യൽ ആയിട്ട് ഒരു ഫ്രഷ് കാൻഡിഡേറ്റ് ഇരുന്ന് റൂമിലിരുന്ന് പഠിക്കുന്നത് പോലെ എനിക്ക് കൊടുക്കാൻ പറ്റിയിരുന്നില്ല. ആ ഒരു ചലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്തിരിക്കുമ്പോഴാണ് ഐ ഡിസൈഡഡ് ദാറ്റ് ഐ വിൽ റൈറ്റ് ദി എക്സാം അഗെയിൻ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഐ സ്റ്റാർട്ടഡ് ഡൂയിങ്. ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ ന്യൂസ് ആപ്സിലും കാറിലൊക്കെ ഇരുന്ന് വായിക്കാൻ തുടങ്ങി. വീക്കെൻഡ്സിൽ ഐ സ്റ്റാർട്ടഡ് റിവൈസിങ് ദ ടോപ്പിക്സ്. ഞാൻ 2017 പഠിച്ച സ്റ്റാറ്റിക് കാര്യങ്ങളൊക്കെ ഐ സ്റ്റാർട്ടഡ് റിവൈസിങ്. അങ്ങനെയൊക്കെ. എന്നാലും ഇറ്റ് വാസ് വെരി ലിമിറ്റഡ്. അത്ര എന്താണ്, ഒരു ഫ്രഷ് കാൻഡിഡേറ്റ് ചെയ്യുന്ന പോലെ അത്ര കോംപ്രിഹെൻസീവ് ആയിട്ടുള്ളതായിരുന്നില്ല, വളരെ ലിമിറ്റഡ് ആയിരുന്നു. പക്ഷേ എക്സാമിന്, പ്രിലിംസിന് ഒരു മാസം മുമ്പ് ഐ പ്രിപ്പയർഡ് മര്യാദയ്ക്ക്. ആൻഡ് പ്രിലിംസിന്റെ റിസൾട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും, പ്രിലിംസ് എക്സാം കഴിഞ്ഞപ്പോഴത്തേക്കും ഐ വർക്ക്ഡ് അഗെയിൻ ആൻഡ് വെയിറ്റഡ് ഫോർ ദ റിസൾട്ട്. പ്രിലിംസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് സ്റ്റേജസ് ഇൻ ദിസ് എക്സാമിനേഷൻ. ഞാൻ എപ്പോഴും എത്രയൊക്കെ പഠിച്ചാലും പ്രിലിംസിന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം എത്തണം ശരിയാക്കി വരണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ആൻഡ് ഇറ്റ് ഇസ് വെരി എവിഡന്റ് ഇൻ മൈ മാർക്സ് ഓൾസോ. പ്രിലിംസിന്റെ I think ഇത്തവണ പ്രിലിംസിന്റെ കട്ട് ഓഫ് വാസ് 98 and my marks was 98. So had it not been for our mark, I wouldn't be here. So prelims is always the most difficult stage for me. Mains I'm more comfortable. I'm very confident that I can write an answer and fetch marks than with prelims. അപ്പോൾ അത് ഇറ്റ്സ് വെരി ഇൻഡിവിജ്വൽ. ചില ആൾക്കാർക്ക് നേരെ തിരിച്ചാണ്. Some people are very good with MCQs. They can actually fetch a lot of marks with MCQs. I know people who can easily get 140 plus in any MCQ they write. സോ അങ്ങനെ ആൾക്കാരുണ്ട്. സോ ഇറ്റ്സ് വെരി ഇൻഡിവിജ്വൽ. അതൊരു ഇൻഡിവിജ്വൽ സ്പെസിഫിക് ആണത്. അപ്പൊ ഡോണ്ട് വറി മച്ച് അബൌട്ട് ഇറ്റ്, ബട്ട് പ്രിപ്പയർ വെൽ. അപ്പൊ ജോലിയിൽ ഇരിക്കുമ്പോഴത്തേക്കും യു വുഡന്റ് ഹാവ് മച്ച് ടൈം ടു ഡു ദാറ്റ്. സോ ഐ ഹാഡ് ടു ഫൈൻഡ് മൈ വേ ഫോർ ഐ ജസ്റ്റ് ഹാഡ് 1 month in hand to do that. അപ്പോഴും ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, സിൻസ് ഐ ന്യൂ ലോട്ട് ഓഫ് സ്റ്റാറ്റിക് ടോപ്പിക്, ഐ ഓൺലി ഫോക്കസ്ഡ് ഓൺ റിവൈസിങ് മോക്ക് പേപ്പേഴ്സ്. പല അക്കാഡമീസിന്റെയും മോക്ക് ടെസ്റ്റ് പേപ്പേഴ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ട് ഐ യൂസ് ടു റിവൈസ് ദം. അപ്പോൾ ഐ തിങ്ക് ദാറ്റ്സ് എ ബെസ്റ്റ് വേ ടു ഗോ ഫോർ പ്രിലിംസ്. കാരണം എന്ന് വെച്ചാൽ യു ഗെറ്റ് ദ ഹാങ് ഓഫ് ഹൗ ദ ക്വസ്റ്റ്യൻസ് ആർ ഗോയിങ് ടു കം. അപ്പോൾ ദാറ്റ്സ് ദി ഓൺലി തിങ് ഐ ഡിഡ് ഫോർ പ്രിലിംസ്. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു മെയിൻസ്, അപ്പോൾ ഞാൻ പ്രിലിംസ് പാസ്സാവില്ലെന്ന് ഉറപ്പിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ബാംഗ്ലൂരിൽ ഏതോ ഒരു ട്രാഫിക് സിഗ്നലിൽ, പ്രോബ്ലി ഇന്ദിരാനഗറിലുള്ള ഏതോ ട്രാഫിക് സിഗ്നലിൽ രാത്രി 8 മണിക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് സഡൻലി ഐ ഗോട്ട് എ ടെക്സ്റ്റ് ഫ്രം എ ഫ്രണ്ട് സെയിങ് പ്രിലിംസ് റിസൾട്ട്സ് ആർ ഔട്ട്. സോ ഐ ആം വെരി ഷുവർ ദാറ്റ് ഐ വുഡന്റ് ബി മേക്കിംഗ് ടു ദ ലിസ്റ്റ് പ്രിലിംസിൻ്റെത്. സോ ഐ തോട്ട് വൈ ചെക്ക്, ഐ എം നോട്ട് ചെക്കിങ്, അത് പോട്ടെ, ഇനി അടുത്ത പ്രാവശ്യം ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ എഴുതി നോക്കാം എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ ട്രാഫിക് സിഗ്നൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലൊരു ആകാംക്ഷ, ഇനിയിപ്പോൾ എങ്ങാനും കയറിയിട്ടുണ്ടെങ്കിലോ ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഐ തോട്ട് മേ ബി ഐ ചെക്ക്. അങ്ങനെ വണ്ടി ഒതുക്കിയിട്ട് ഐ വെന്റ് ടു ചെക്ക് മൈ പ്രിലിംസ് റിസൾട്ട്. ദെൻ ഐ റിയലൈസ്ഡ് ഐ ഫോർഗോട്ട് മൈ UPSC റോൾ നമ്പർ. ബിക്കോസ് കാരണം കയറുന്നില്ലെന്ന് എക്സാം ഹോളിൽ ഇരുന്ന് തീരുമാനിച്ചതാണല്ലോ. സോ അപ്പൊ തന്നെ മറന്നു. സോ ഐ ഹാഡ് ടു ഗോ ബാക്ക് ടു മൈ റോൾ നമ്പർ, ഫൈൻഡ് ഇറ്റ്, ആൻഡ് ലക്കിലി മൈ റോൾ നമ്പർ വാസ് ദേർ. സോ അപ്പോ വീണ്ടും അടുത്ത ടെൻഷൻ, ഇനി മെയിൻസിന് പഠിക്കണമല്ലോ. സോ ദാറ്റ്സ് എ നെക്സ്റ്റ് ടാസ്ക്. സോ അപ്പോൾ എനിക്ക് ലീവ് വേണം. മെയിൻസ് പ്രിലിംസ് പോലെയല്ല, കുറച്ചുകൂടെ എഫേർട്ട് ഇടണം, കുറച്ചുകൂടെ എക്സ്ട്രാ ടോപ്പിക്സ് പഠിക്കാനുണ്ട്. ആൻഡ് യു നീഡ് ജെന്യുവൻ റൈറ്റിംഗ് പ്രാക്ടീസ് ഫോർ മെയിൻസ്. എത്രയൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞാലും, എന്തൊക്കെ വായിച്ചു എന്ന് പറഞ്ഞാലും, ആ 7 മിനിറ്റിലോ 11 മിനിറ്റിലോ ആൻസർ എഴുതാനുള്ള ഒരു പ്രാക്ടീസ് ഇല്ലെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി ഡിഫിക്കൽട്ട് ടു ഇംപ്രസ് സമൺ ആക്ച്വലി ഇവാലുവേറ്റിംഗ് യുവർ ആൻസർ ഷീറ്റ്. See, mains is not just about knowledge. It's also about that skill
to write that particular, present that particular knowledge set in that limited time period in a very impressive manner. That is what mains is all about. So even though നിങ്ങൾ പ്രിലിംസിനും മെയിൻസിനും പഠിക്കുന്ന പല കാര്യങ്ങളും ഒന്നാണെങ്കിലും the skill set required for both the aspects of the exams are very different. Prelims you just need that MCQ framework to pick the right one, to eliminate the wrong ones. That's madi. But mains you need the right set of knowledge, the right points to be put there, and also in the way in which you are putting the answer. Does it look presentable? I mean, does ഇത് കറക്റ്റ് ചെയ്യുന്ന ആൾക്ക് മാർക്ക് ഇടാൻ തോന്നുന്നു? സോ അങ്ങനത്തെ കുറെ ഫാക്ടേഴ്സ് അതിനകത്ത് പോകുന്നുണ്ട്. സോ ഇറ്റ് റിക്വയർസ് 2 different skill sets basically. അപ്പോൾ ഇത് ഒരു ദിവസം കൊണ്ട് ഞാൻ കുറെ കാര്യങ്ങൾ, ഇപ്പൊ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ പുസ്തകം ഞാൻ വായിച്ചിട്ട് എനിക്കത് എല്ലാം നന്നായിട്ട് അറിയാമെന്ന് വിചാരിച്ചാൽ മെയിൻസ് എഴുതുമ്പോൾ ഒരിക്കലും എനിക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിനെ ആ ലിമിറ്റഡ് സ്പേസിനുള്ളിൽ, ലിമിറ്റഡ് ടൈമിന്റെ ഇടയിൽ കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ ഇറ്റ് ടേക്സ് ലോട്ട് ഓഫ് പ്രാക്ടീസ്. അപ്പോ ഞാൻ ഒന്നാമത് വർക്കിംഗ് ആണ്. അപ്പോൾ ഞാൻ റിയലൈസ് ചെയ്തു വർക്ക് ചെയ്തുകൊണ്ട് മെയിൻസ് പ്രിപ്പയർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ ഐ ടുക്ക് ലീവ് ഫോർ 2 months. എൻ്റെ ഓഫീസിൽ നിന്ന് 2 മാസത്തേക്ക് ഞാൻ ലീവ് എടുത്തു, നാട്ടിൽ വന്നു. ഐ റീസ്റ്റാർട്ടഡ് മൈ പ്രിപ്പറേഷൻ ഫോർ മെയിൻസ്. സോ പക്ഷെ അപ്പോഴും ടൈം അഗെയിൻസ്റ്റ് എ കൺസ്ട്രെയിന്റ്. മെയിൻസിന് ധാരാളം വായിക്കാനുണ്ട്, കുറെ കറണ്ട് അഫയേഴ്സ് പെൻഡിങ് ആയിരുന്നു എൻ്റെത്. അപ്പോൾ അത് റിഫ്രഷ് ചെയ്യണം, അതിലൂടെ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യണം. ആൻഡ് ദർ ഇസ് എ ബിഗ് ഓപ്ഷണൽ സബ്ജക്ട് ലെഫ്റ്റ്, അതിനൊന്നുകൂടെ ബ്രഷ് ചെയ്തെടുക്കണം. സോ ഇങ്ങനെ ധാരാളം ചലഞ്ചസ് ഉണ്ട്. സോ പല ആസ്പിറൻസും എന്താണ് 6-7 മാസത്തിനുള്ളിൽ കവർ ചെയ്യുന്ന സാധനം എനിക്കൊരു 2 മാസത്തിന്റെ ടൈമിൽ കവർ ചെയ്യണമായിരുന്നു. സോ രാവിലെ തൊട്ട് രാത്രി ആയിരുന്നു കഷ്ടപ്പെട്ട് പഠിക്കേണ്ട അവസ്ഥയായിരുന്നു. പക്ഷേ വൺ തിങ് ഐ എൻഷുർഡ് ഇസ് ദാറ്റ് എത്രയൊക്കെ ടൈം കൺസ്ട്രെയിന്റ് ഉണ്ടെങ്കിലും എന്നും ആൻസർ റൈറ്റിംഗ് മെയിൻസിന് ചെയ്യണം എന്നുള്ളത്. സോ എന്നും രാത്രി കിടക്കുന്നതിന് മുമ്പ് ദ ലാസ്റ്റ് തിങ് ഐ ഡിഡ് വാസ് ഒരു 7 to 8 questions ഒരു പേപ്പറിൽ UPSC ആൻസർ ഷീറ്റ് പോലത്തെ സാധനം ഉണ്ടാക്കിയിട്ട് ഐ യൂസ് ടു സിറ്റ് ആൻഡ് റൈറ്റ്. സോ ആൻസേഴ്സ് ബ്ലണ്ടർ ആയിരിക്കാം, കുറെ നാളായിട്ട് എഴുതിയിട്ട്. സോ പക്ഷെ ഐ എൻഷുർഡ് ദാറ്റ് ഐ ഡിഡ് ദിസ് ഫോർ 2 months. 2 മാസത്തേക്ക് ഐ ഡിഡ് ദിസ് തിങ് എല്ലാ ദിവസവും രാത്രി. സോ ഗ്രാജുവലി യു വിൽ സ്റ്റാർട്ട് ഡെവലപ്പിംഗ് സ്പീഡ്. ക്വസ്റ്റ്യൻ പേപ്പർ തീർക്കാനുള്ള സ്പീഡ് യു വിൽ ഗ്രാജുവലി ഡെവലപ്പ്. ദ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ഇംപ്രൂവ്സ്. ഫ്ലോ ചാർട്ടും ഇമേജസും ഒക്കെ ആൻസർ ഷീറ്റിൽ കൊണ്ടുവരാനുള്ള ഒരു സ്കില്ല് നിങ്ങൾക്ക് എല്ലാം വരും. എന്ത് എഴുതണം എന്നുള്ളത് വരും. പിന്നെ കുറെ കണ്ടന്റും നിങ്ങൾക്ക് ആൻസർ റൈറ്റിംഗിലൂടെ കിട്ടും. അപ്പൊ അങ്ങനെ കുറെ ആഡഡ് അഡ്വാൻറ്റേജ് ഉണ്ട് റൈറ്റിംഗ് പ്രാക്ടീസ്. സോ കീപ് ഡൂയിങ് ദാറ്റ്. ഐ മീൻ ഇഫ് യു ആർ വാക്കിംഗ് ഇൻ ടു എ മെയിൻസ് ഹാൾ യു കനോട്ട് ഡു ദാറ്റ് വിതൗട്ട് ഇനഫ് റൈറ്റിംഗ് പ്രാക്ടീസ്. സോ ഇതിൽ കൂടുതൽ എങ്ങനെയാണ് റൈറ്റിംഗ് പ്രാക്ടീസിന്റെ ഇമ്പോർട്ടൻസ് സ്ട്രെസ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോഴും 2 things you should keep in mind. ഈ പ്രിപ്പറേഷനിൽ, ഈ എക്സാമിൽ 2 ഫാക്ടേഴ്സ് ആണ് എപ്പോഴും ഗൈഡിംഗ് ലൈറ്റ് ആയിട്ടുള്ളത്. എല്ലാ കാര്യങ്ങൾക്കും അപ്പുറം 2 ഫാക്ടേഴ്സ് ആണ് നിങ്ങൾ നല്ലൊരു ആസ്പിറന്റ് ആണോ അല്ലെന്ന് തീരുമാനിക്കുന്നത്. ഒന്ന്, നിങ്ങൾക്ക് നന്നായിട്ട് സിലബസ് അറിയോ? ഡു യു ആക്ച്വലി നോ വാട്ട് UPSC is trying to ask? That's very important. Second thing is, have you gone through what they're actually asking? പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കണ്ടിട്ടുണ്ടോ? സോ ഈ 2 സാധനം ഉണ്ടെങ്കിൽ കുറെ ഡൗട്ട്സ് നിങ്ങൾ അപ്പൊ തന്നെ ക്ലിയർ ആവും. എങ്ങനെ പത്രം വായിക്കണം? ദി ആൻസർ സിലബസ് നോക്കുക, എന്നിട്ട് പത്രം വായിക്കാൻ ശ്രമിക്കുക. സിലബസിനകത്തുള്ള സാധനങ്ങൾ പത്രത്തിൽ കാണുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് യുവർ ടോപ്പിക്, യു ഹാവ് ടു നോ. അപ്പോൾ അങ്ങനെയാണ് എല്ലാ ടോപ്പിക്സും എനിക്ക് തോന്നുന്നത് ഒരു നല്ല ആസ്പിറന്റ് അപ്രോച്ച് ചെയ്യേണ്ടത്. ഇപ്പൊ ഇത് ഒരു ദിവസം ഒരു പ്രിപ്പറേഷൻ തുടങ്ങുന്ന ദിവസം നോട്ടീസ് കൊണ്ട് കമന്റ് ടെൽ യു. അപ്പോൾ 2 മാസം കഴിഞ്ഞ് ഓരോ കുറെ കാര്യങ്ങളൊക്കെ വായിച്ചു കഴിയുമ്പോൾ യു വിൽ സ്ലോലി സ്റ്റാർട്ട് ഗെറ്റിംഗ് എ ഹാങ് ഓഫ് ഇറ്റ്. ഓക്കെ, ഇതാണ് ഇവർ ചോദിക്കുന്നത്, ഇങ്ങനെയാണ് പണ്ട് ചോദിച്ചത്, പത്രത്തിൽ ഇതൊക്കെയാണ് വരുന്നത്, ഇതാണ് എന്റെ സിലബസിലുള്ളത്. സോ യു വിൽ സ്ലോലി സ്റ്റാർട്ട് കണക്ടിങ് ദ ഡോട്ട്സ്. ദാറ്റ്സ് ഹൗ ദ പ്രിപ്പറേഷൻ ഗോസ്. ഓക്കെ, അങ്ങനെ എന്റെ 2 മാസത്തെ പ്രിപ്പറേഷനിൽ വന്നു. സോ അഗൈൻ ഐ ഹാഡ് ദിസ് ബിഗ് എലിഫന്റ് ഇൻ ദ റൂം, ഓപ്ഷണൽ സബ്ജക്ട്. പക്ഷെ ലക്ലി എന്റെ ഓപ്ഷണൽ വാസ് സം സബ്ജക്ട് ഐ വാസ് സൂപ്പർ കംഫർട്ടബിൾ ഇൻ. So that's why I keep telling people, whenever you choose an optional, choose a subject which you are very comfortable with, which you really like actually. കാരണം നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ എപ്പോഴാണ് ഈ പരീക്ഷ പാസ്സാകാൻ പോകുന്നത്. ആൻഡ് ദിസ് എക്സാം പ്രിപ്പറേഷൻ തന്നെ ഏകദേശം 1 വർഷം പോകുന്നുണ്ട്. ഈ എക്സാം ഇറ്റ് സെൽഫ് ഇസ് 1 year. സോ കുറച്ച് നാൾ ഈ സബ്ജക്റ്റുമായിട്ട് യു ആർ ഗോയിങ് ടു യു ഗോയിങ് ടു ലേൺ ദ സബ്ജക്ട് ഫോർ എ വൈൽ. സോ ഒരു എക്സാം പെർസ്പെക്റ്റീവ് നിന്ന് മാത്രം നിങ്ങൾ ഒരു സബ്ജക്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി ഡിഫിക്കൽട്ട്. ആൻഡ് ഇപ്പോഴത്തെ ട്രെൻഡ്സിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസും കാണുന്നുണ്ട്. സോ ഇഫ് യു ഡോണ്ട് നോ ദ സബ്ജക്ട് വെൽ ഇനഫ് ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി ഡിഫിക്കൽട്ട്. അപ്പൊ ഞാൻ അങ്ങനെ ഫൈനലി ചൂസ് ചെയ്തത് സോഷ്യോളജി ആയിരുന്നു. ബിക്കോസ് ഐ ഫെൽറ്റ് റിയലി കംഫർട്ടബിൾ വിത്ത് ദ സബ്ജക്ട്. ഐ റിയലി ലൈക്ക് ദ സബ്ജക്ട് ആക്ച്വലി. ആൻഡ് നാട്ടിൽ വന്നപ്പോൾ 2017 the first thing I think I did was join for sociology class. ജീവൻ സാറിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതാണ് ഞാൻ ആദ്യം ചെയ്തത് 2017 വന്ന സമയത്ത്. അപ്പോൾ those are my fundamental basic books actually for sociology. പക്ഷേ I realized, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പോൾ ഏതൊരു ഓപ്ഷണൽ സബ്ജക്റ്റും, I mean there are exceptional classes, there are
പക്ഷേ സിലബസ് അനുസരിച്ച് പഠിക്കുമ്പോഴത്തേക്ക് everyone is going to learn the same thing അല്ലേ. You know this concept, do you know this concept? Everyone is going to know that. A serious aspirant is going to know every single concept mentioned in the syllabus. പക്ഷെ അതിനപ്പുറത്തേക്ക് what can you do? ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്കും how can you bring about a difference in the answer? So that comes through thinking actually. അപ്പോൾ എൻ്റെ സോഷ്യോളജിയുടെ കാര്യത്തിൽ ഐ ഹാഡ് എ സ്റ്റഡി പാർട്ണർ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഹീസ് ഓൾസോ ഇൻ സർവീസ്. So 2018 actually, when I was working, I was helping him with this optional. So we used to have this conversation. I used to correct his answer sheets. We used to have conversation on Indian sociology. But paper 2 like we used to have enough content. ഈ സാധനം ചോദിച്ചാൽ പേപ്പർ 1 ഈ തിയറി ആയിട്ട് ലിങ്ക് ചെയ്ത് എഴുതണം. ഈ സാധനം വെസ്റ്റേൺ സാൻസ്ക്രിറ്റൈസേഷൻ പോലെയാണ്. അപ്പൊ വി യൂസ് ടു ഡിസ്കസ് ലോട്ട് അബൌട്ട് നമ്മുടെ കണ്ടംപററി സൊസൈറ്റി കാണുന്ന സോഷ്യോളജിയും തിയറിയിൽ പഠിക്കുന്ന സോഷ്യോളജി ലിങ്ക് ചെയ്ത് വി യൂസ് ടു ബ്രിങ് ഔട്ട് എ ലോട്ട് ഓഫ് എക്സാമ്പിൾസ്. അപ്പൊ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഗവൺമെന്റിന്റെ പോളിസീസിൽ കാണുന്നത് അങ്ങനെ കുറെ കാര്യങ്ങൾ പേപ്പർ 2 ആയിട്ട് ലിങ്ക് ചെയ്തിട്ട് വി കുഡ് ആക്ച്വലി ബ്രിങ് ഔട്ട് ഗുഡ് ആൻസേഴ്സ് ആക്ച്വലി. അപ്പൊ ആ ഒരു തിങ്കിങ്ങും വെറുതെ നോട്ട്സ് മാത്രം പഠിച്ചിട്ട് പോവാണ്ട് ആ തോട്ട്സ് എൻകറേജ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും, എസ്പെഷ്യലി സോഷ്യൽ സയൻസസിൽ. അപ്പൊ അതാണ് എന്നെ ഓപ്ഷനിൽ ഹെൽപ്പ് ചെയ്തത്. സോ ഐ ഹാഡ് ദിസ് 2018 ഞാൻ ഈ എക്സസൈസ് ചെയ്തുകൊണ്ട് ഓപ്ഷണൽ വാസ് കൈൻഡ് ഓഫ് ഓക്കെ ഫോർ മീ. അപ്പൊ സ്റ്റിൽ ഐ ടുക്ക് എ ടെസ്റ്റ് സീരീസ്, ഒരു പിയർ ഗ്രൂപ്പ് ടെസ്റ്റ് സീരീസ് ഞാൻ എടുത്തിരുന്നു ഓപ്ഷണലിന്. ആൻഡ് അത് കുറച്ചുകൂടെ ചലഞ്ചിങ് ആയിരുന്നു. കാരണം വെൻ ഇറ്റ്സ് എ പിയർ ഗ്രൂപ്പ് എവരിവൺ ഇസ് ഈക്വലി ഗുഡ്, സോ യു ഹാവ് ടു ബി ബെറ്റർ. അപ്പോൾ അതും ഒരു ചലഞ്ച് ആയിരുന്നു. ആൻഡ് ഇറ്റ് ഹെൽപ് മീ ഇംപ്രൂവ് എ ലോട്ട്. സോ ഇതൊക്കെയാണ് ഞാൻ ചെയ്തത്. സോ 2 months I utilized very wisely, and I gave the exams. And in fact, while I was giving the exams, after ഒരു കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് I am giving exams. So I had this feeling that I was underprepared. ബാക്കിയുള്ള കാൻഡിഡേറ്റ്സിനെ വെച്ച് നോക്കുമ്പോൾ അണ്ടർപ്രിപ്പയർഡ് ആണ് എന്നൊരു തോന്നലുണ്ടായിരുന്നു. ആൻഡ് ഐ സിംപ്ലി ഗേവ് ദി എക്സാം. എനിക്ക് ഓർമ്മയുണ്ട് സോഷ്യോളജിയുടെ അവസാന പേപ്പറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഐ വാസ് വെരി ഹാപ്പി ദാറ്റ് ഐ ക്യാൻ ഗോ ബാക്ക് നൗ. 5 മണിക്ക് എക്സാം കഴിയുന്നു. ഐ ബുക്ക് മൈ ഫ്ലൈറ്റ് ടിക്കറ്റ്സ്. എന്റെ ഫ്ലൈറ്റ് 8 മണിക്ക് എന്തായിരുന്നു. സോ ഐ ബുക്ക് ദ വെരി നെക്സ്റ്റ് ഫ്ലൈറ്റ് ആഫ്റ്റർ ദി എക്സാം. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ലീവ്. കാരണം ആഫ്റ്റർ ദാറ്റ് 1 week of exams I can leave finally. So that's how I gave my mains. അപ്പോൾ മെയിൻസ് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ദിവസം രാത്രി കിടന്ന് ഉറങ്ങായിരുന്നു വർക്ക് കഴിഞ്ഞിട്ട് വന്നിട്ട്. അപ്പോ എൻ്റെ ഒരു ഫ്രണ്ട് 1 മണിക്ക് രാത്രി എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ഇവിടെ മെയിൻസ് റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഉറങ്ങാനുള്ള. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി പറയാണെന്ന്. സോ ഐ ടോൾഡ് ഹിം ഫോൺ വെച്ചിട്ട് മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങി, എനിക്ക് നാളെ വർക്കുകളാണ് ദേഷ്യം വരുന്നത്. അപ്പൊ ദെൻ വീണ്ടും ഒരു ആകാംക്ഷ വരുമല്ലോ, ഇനി വന്നിട്ട് ഇനി എങ്ങാനും ബിരിയാണി കൊടുക്കുന്നുണ്ടോ. അങ്ങനെ when I checked again, I realized I forgot my roll number again. So again I went back, got my roll number and checked, and ഇതുണ്ടായിരുന്നു, റോൾ നമ്പർ ഉണ്ടായിരുന്നു. സോ എന്തോ ഭാഗ്യമാണെന്ന് വിചാരിച്ചു. ആൻഡ് ഇൻഫാക്ട് ഇറ്റ് ഇസ്, കാരണം ഐ ഡി നോട്ട് എക്സ്പെക്ട് ടു, ജസ്റ്റ് ഹാപ്പൻഡ്. അപ്പൊ നെക്സ്റ്റ് അടുത്ത ചലഞ്ചസ് ഇന്റർവ്യൂ. സോ മുനിച്ചേട്ടൻ അറിയാം, ഇന്റർവ്യൂ ഇസ് വൺ പാർട്ട് ഓഫ് ദി എക്സാം വേർ I don't like this part of the exam in the sense that I did not do good, in 2017. So എനിക്ക് ആ ഒരു ഫ്രെയിംവർക്ക് ഉണ്ടോ, ദിസ് ഇസ് ഗോയിങ് ടു ബി ടഫ് ഫോർ മീ എന്നൊരു ഫ്രെയിംവർക്ക് ഉണ്ട്. അപ്പോ ഇനി എങ്ങനെ ഇതിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളൊരു തോട്ട് പ്രോസസ്. പക്ഷേ ഫ്യൂ തിങ്സ് ഹാഡ് ചേഞ്ച് ഫോർ മീ. കാരണം 2017 I was just ഔട്ട് ഓഫ് കോളേജ്. 2016 കോളേജ് കഴിഞ്ഞ് ജസ്റ്റ് നാട്ടിൽ വന്ന ഒരാളാണ്. എന്റെ ലൈഫിൽ ആദ്യത്തെ ഇന്റർവ്യൂ വാസ് UPSC സിവിൽ സർവീസസ് ഇന്റർവ്യൂ. സോ അതിൻ്റെതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ആ ഇന്റർവ്യൂവിന് ഉണ്ടായിരുന്നു. ആൻഡ് ഓൾസോ ഐ വാസ് നോട്ട് റെഡി ടു വർക്ക്. എന്റെ മിസ്റ്റേക്സിലൊന്നും വർക്ക് ചെയ്യാൻ ഞാൻ റെഡി അല്ലായിരുന്നു ആ സമയത്ത്. അപ്പൊ അങ്ങനെ കുറെ ഫാക്ടേഴ്സ് എനിക്ക് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ 2019 എന്റെ കയ്യിൽ ഒരു ജോലി ഉണ്ടായിരുന്നു. വർക്കിംഗ് ബാക്ക്ഗ്രൗണ്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു. ഇൻ ദ സെൻസ് ദാറ്റ് ഓഫീസ് ഇസ് എ പ്ലേസ് വേർ യു മീറ്റ് എ ലോട്ട് ഓഫ് പീപ്പിൾ അല്ലെ. പല സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന പല ബാക്ക്ഗ്രൗണ്ട് ഉള്ള പല ആൾക്കാരെ നമ്മൾ മീറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഓഫീസ്. അപ്പൊ അവിടെ അവരുമായിട്ടുള്ള എക്സ്പോഷർ, പുറത്തുള്ള ആൾക്കാരുമായിട്ടുള്ള എക്സ്പോഷർ, അവരുടെ അടുത്ത് സംസാരിക്കുന്നത്, ഇറ്റ് ഗീവ് മീ എ ലോട്ട് ഓഫ് കോൺഫിഡൻസ്. ഞാനൊരു വർക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്, സോ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, ആ ഒരു ഒരു സെൻസ് ഓഫ് ഒരു കണ്ടന്റ് കിട്ടും. യു വിൽ ബി കണ്ടന്റ് ഇനഫ് that you can take care of yourself, you can do things എന്നുള്ളത്. അപ്പൊ ആ ഒരു and also it's a backup plan, right? You're financially secure when you have a job. So ഈ കാര്യങ്ങളൊക്കെ gave me a lot of confidence. It was not like 2017. And I rectified my mistakes of 2017. I started taking enough mocks. ബാംഗ്ലൂർ ആയിരുന്നു. അപ്പൊ ബാംഗ്ലൂരുള്ള പല അക്കാഡമിക്സിൽ I went and took mock interviews. പല വീക്കെൻഡ്സിലും I did that. So till I reached a level of confidence. And then Corona happened, COVID happened, and then my interview was postponed.
And എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ബാച്ചിലുള്ള ആൾക്കാരിലുള്ള ഒരാളായിരുന്നു ഇന്റർവ്യൂവിന്റെ സമയത്ത്. So I went in for interview, and I was really confident this time interviewing പോയപ്പോഴത്തേക്ക്. And I'm not saying that I did exceptionally well, but I had decent marks. I did good. I mean, when I walked out of that interview hall, I was really happy. കാരണം ബ്ലണ്ടേഴ്സ് ഒന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയായിരുന്നു. And it worked out pretty well for me. So if I look back at my UPSC journey, few things worked for me. First and foremost, my marks in optional was really good this time. നല്ല mark actually, really good marks I had. GS answers were average marks because I did not have enough. I took 2 മാസത്തിനിടയിൽ ആ GS ന്റെ എഡ്ജ് കൊണ്ടുവരാൻ എനിക്ക് പറ്റിയിട്ടില്ല. I had good marks for essay, I had good marks for ethics, and also interview. So ഈ factors വെച്ചിട്ടാണ് basically I got a good decent rank of 105. So, and in fact, ഞാൻ റിസൾട്ട് വരുന്ന ദിവസം I logged into my laptop വർക്ക് ചെയ്യാനായിട്ട് I logged in, and ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് എൻ്റെ കോഴിക്കോട് അറിയുന്ന ഒരാൾ എന്നെ വിളിച്ചിട്ട് നിന്റെ ഫുൾ പേര് മനോജ് മാധവ് ആണോ എന്ന് ചോദിച്ചു. I asked why. Then he's like, നിന്റെ പേര് ലിസ്റ്റിലുണ്ട് 105th റാങ്ക് ആണോ. അപ്പോൾ സഡൻലി എനിക്ക് ഭയങ്കര ഷോക്കായി. So, and I was in quarantine. ഡൽഹിയിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ക്വാറന്റൈനിലായിരുന്നു. So I cannot tell this to anyone also. അപ്പൊ ഞാൻ ഡോർ തുറന്നിട്ട് അമ്മയുടെ അടുത്ത് അമ്മ റിസൾട്ട് വന്നു. So it's finally that moment, right? Results are here, and you have to go back and check the PDF. No, that's അതൊരു ചടങ്ങാണല്ലോ. So and initially ഞാൻ എൻ്റെ പേര് ടൈപ്പ് ചെയ്തപ്പോഴത്തേക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായി. So I couldn't find my name. So I thought, okay, maybe I did not. He found it, വേറെ ആരുടെങ്കിലും പേരായിരുന്നിരിക്കും. But then again I realized no, എൻ്റെ പേര് ഉണ്ട് finally. So that was my journey. That's how it happened for me. So I don't say that I achieved something in the sense, but then it just worked out for me. ചില ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തപ്പോൾ, and I was lucky enough also. So, and also most importantly, ഇതിനൊക്കെ അപ്പുറത്തേക്ക് there are certain factors like ചുറ്റുള്ള ആൾക്കാർ matters a lot. So when I was preparing in 2016 and 17, my till 2020, my parents are really supportive actually with regard to this exam preparation. They are not like ഇന്നൊന്നും വരുന്നില്ലല്ലോ, എന്തായി കുറെ നാളായല്ലോ. So they never asked all these questions. They were really supportive. ഞാൻ പരീക്ഷ പാസ്സാത്ത സമയത്തൊക്കെ എൻ്റെ കൂടെ വന്നിരുന്നിട്ട് they said it's okay, നിനക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക. So they were really kind enough to do that to me. And also my friends who were with me. So people around you matters a lot when it comes to an exam like this. So I think this was my journey. This is how things happened for me, and I'm just really grateful that ingenekku sambhavichu ennallathu. And when I say all this, I know there are a lot of people out there like me who tried, who are actually more who has more skill set, and who deserve to be here, but then things did not go in their favor. So the exam in the reality, and we should always keep that in mind. Just because you cleared the exam doesn't mean that you are some എന്താ പറയാ വലിയ ആളാണെന്നൊന്നുമില്ല. Just happened. So that is my journey, and this is how things happened. I mean, workum preparation, this is how I balance. And Munset, I think that's my story. So we will start the questions now one by one. See, a couple of things before we start. There were a few people from school, like 12th standard, 8th standard children comments cheyan kandirunnu. Specifically, see, Manorama Horizon is conducting a foundation course, so you can get in touch with them and probably join if you're that much passionate. Probably that can give you a guidance. Other than that, we had a session yesterday probably, and you can probably go back to the session yesterday to specifically look at what we can do. Okay, so I'll come to Manoj. So whatever you can add to that, I'll come to that. See, and one more thing. Especially for working professionals, Fortune IAS Academy would be starting a working professionals batch from August 11. It would be fully online. The timings would be evening, would be comfortable for everyone. So someone who wants to prepare from home, you can do that. That being said, so for Manoj, I think the first question which was put up as well. See, people are in +1, +2. So what do you feel that they can do at that point of time to probably prepare for civil services? So, yeah. Honestly, Munshata,
when I was in +1, +2, so I mean that is the only reference I have right now. So when I was in +1 and +2, എൻ്റെ ഏറ്റവും വലിയ എയിം എന്ന് പറഞ്ഞാൽ എഞ്ചിനീയർ ആവുക, വലിയ എഞ്ചിനീയറിംഗ് കോളേജിൽ പോവുക. So that was my biggest ambition at that point of time. And കാരണം എന്ന് വെച്ചാൽ I did not know ഇങ്ങനെ ഒരു കരിയർ ഉണ്ടെന്നും എനിക്ക് കേട്ടിട്ടുണ്ട്, പക്ഷെ I don't know അതിന്റെ പ്രോസ്പെക്ട്സ് എന്താണെന്നും എനിക്ക് അറിയില്ലായിരുന്നു. ബേസിക്കലി അതായിരുന്നു ഫാക്ടർ. ആൻഡ് basically it was college that changed things for me. പക്ഷെ സ്കൂളിലായിരിക്കുമ്പോൾ I think there are certain things you can do. Like I used to do quizzing. Quizzes ധാരാളം ഞാൻ participate ചെയ്തു. So I had that general idea of general awareness of things happening around me. So I think സ്കൂളിലായിരിക്കുമ്പോഴത്തേക്ക് even though you shouldn't be preparing and അത്രയ്ക്ക് ടെൻഷൻ എടുക്കേണ്ട സമയമൊന്നും അല്ല. You should be enjoying, you should be little chill. പക്ഷെ it is always good to have that general awareness of what is happening around you. Quizzes like a participate here, to have that GK, that is always good, and that is an added advantage ഈ exam But apart from that, I personally wouldn't advise people to be really, worried and concerned during school time actually about this examination. Maybe you can start thinking about it in college. I mean, this is personally what I feel. Yeah, I would add to that as well. See, it's not a big life or death situation in school. You have to have your school as well as your college. You can't really destroy your childhood thinking about something you would be like 10 years down the line. Okay, so one thing you can do is you can have this general awareness. Pick up knowledge, learn to apply it. That's pretty much it. This is one question. So this is a big question. I did MA in International Relations. I'm interested to join for civil service preparation. As you said, we can maintain work at the same time of preparation. So my question is, what type of work did you do? So what was the nature of your work? And So, does it depend on the work, the level of preparations we can do? That's true. I mean, basically it depends on your work, what sort of work you do. The thing is, I did a 8 to 5 job, so it was easy for me. Work. I was working as an engineer basically for a MNC. So I mean, suppose you are in a profession where the work demands your presence all the time. Say you are I know doctors also clear the exam. Say you are in a profession that demands your presence a lot of time. I mean, that demands a lot of time from your son, right? So which means that ultimately ഒരു ദിവസത്തിൽ 24 മണിക്കൂറേ ഉള്ളൂ. അപ്പൊ ആ 24 മണിക്കൂറിൽ നിങ്ങളുടെ സൈഡിൽ നിന്ന് എത്ര എടുത്തുകൊണ്ട് പോകുന്നു അത്രയും കുറച്ച് നിങ്ങൾക്കുള്ളൂ. സോ ഓഫ് കോഴ്സ് വർക്ക് ഡിപ്പെൻസ് ആക്ച്വലി. അപ്പോൾ എന്റെ കാര്യത്തിൽ I was fortunate enough to have a work which I was able to balance. കാരണം എന്ന് വെച്ചാൽ it was an 8 to 5 job and I really liked my work. എന്റെ വർക്ക് അത്ര എന്താണ് സ്ട്രെസ്ഫുൾ വർക്ക് ഒന്നും അല്ലായിരുന്നു. It was really, I really liked it. So അതൊരു ഫാക്ടറാണ്. I agree. So it depends on the work. Why did you choose Indian Foreign Service? See, ഈ എക്സാം എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ പരീക്ഷ എഴുതുന്ന സമയത്ത് when you are an aspirant, I mean, ഞാൻ എൻ്റെ കാര്യം പറയാണ്, your knowledge of the services, how it functions internally is limited. You know that there is IAS, you know there is IFS, you know there is IPS, but how internally things are എന്നുള്ളത് you don't know കാരണം you're not there yet. But for me, the most important part was clearing the exam. So my service preference was IAS, IFS, and IPS. This is how it went. പക്ഷേ today I feel very fortunate that I am in the Indian Foreign Service. Being here, talking to people, I realize what the service is and the the importance the service has. So this is one. I mean, so to people who ask why IFS and all, I would like to ask a question back. I mean, why not IFS? I mean, we always, that's something we should think about. This is one service where you get to represent your country. This is one service where you are going to, do a lot of things for your country by staying outside your country. So that's very important. I mean, geopolitics is something that's really important. So, I mean, why not the service? Maybe we should think about it. I mean, we should ask the question the other way around. So, ഒരു aspirant എന്ന രീതിയിൽ, I think one thing I'll tell people is start reading about the service, what sort of job you're going into. That's something I did not do. പക്ഷേ IFS is an amazing service. I'm fortunate, though my first preference was IAS, I find myself very fortunate to be in this particular service. So that's how it works. Okay, there's another question about newspaper reading. So newspaper reading is something hard to follow, especially during work. How do we manage this, or is there any alternative we could choose, like following monthly current affairs?
I agree. Newspapers is really difficult to follow when you're having a job, when you're doing, when you're working professional. So, ഞാൻ ചെയ്തൊരു കാര്യം ന്യൂസ് ആപ്സ് ഞാൻ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യായിരുന്നു. ഇപ്പൊ മൊബൈൽ ഇറ്റ്സ് വെരി ഈസി ടു ക്യാരി ന്യൂസ് ആപ്സ് അല്ലെ, ഹിന്ദുവിന്റെയോ ഇന്ത്യൻ എക്സ്പ്രസിന്റെയോ ഒരു ന്യൂസ് ആപ്പ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ ഇറ്റ്സ് വെരി ഈസി. ആൻഡ് every time something comes up, you get a notification. അപ്പോൾ I used to carry a small notepad with me. And എന്തെങ്കിലും പുതിയത് വരുമ്പോഴത്തേക്കും എന്തെങ്കിലും ഫാക്ട്സ് ആയിട്ട് ഉണ്ടെങ്കിൽ I used to note down അവിടെ to read later. But these are small things you can do. പക്ഷേ try to at least go through the newspaper every day after your work. That's something you can do. ശരിയാണ്, ആദ്യമായിട്ട് പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ it takes a lot of your time. പക്ഷേ I feel that investing initially in newspaper cannot replace just reading monthly newspaper. എന്റെ കാര്യത്തിൽ ഞാൻ പ്രൊഫഷൻ തുടങ്ങിയ സമയത്ത് something that worked in my favor was I meticulously read newspapers continuously. അപ്പോൾ that sets a platform for you to work, build your knowledge. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. Just because you read a lot of monthly current affairs doesn't mean that a knowledge കിട്ടും. Those are just facts. To get the context right, you need to read the newspaper. ഇതെന്റെ perspective. Another good question, Shasok. Since you appeared for the exam in 2017, you were familiar with most of the static portions. How difficult do you think it will be for a person who is starting fresh with the job in hand to manage as well? Definitely more difficult. There's no doubt about it. കാരണം ഈവൻ 2017 ഞാൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടും I found it difficult after some break to restart things. Which means that ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ആയിട്ട് നിങ്ങൾ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തിങ്സ് ആർ നോട്ട് ഗോയിങ് ടു ബി ഈസി. അപ്പോൾ ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് യു ഹാവ് ടു കീപ് ടെല്ലിങ് യുവർ സെൽഫ്. അതായത് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഇറ്റ്സ് നോട്ട് എ ഈസി ടാസ്ക്, ഇറ്റ്സ് സംതിങ് ഡിഫിക്കൽട്ട്. സോ വെൻ തിങ്സ് ഗെറ്റ് ടഫ് doesn't mean that I have to stop. So it is going to be tough. ആ റിയലൈസേഷൻ ഉള്ളിൽ വേണം. കാരണം എന്ന് വെച്ചാൽ when you're working, you're balancing two things അല്ലേ. Why are you working and why are you preparing? Because you need the plan B with you. At the same time, you're working something towards your dream. So that is difficult. Most people, I have seen people who don't take up a job and prepare, or people who leave their job to prepare. So those are easy things to do. I mean, those are not easy things to do, but then they're balancing, the balancing act doesn't come. But here you have to balance, right? This is a work, you cannot compromise on your work because അതാണ് നിങ്ങളുടെ അന്നത്തെ അന്നത്തിന് വർക്കാണ്. So you have to do quality work. At the same time, this is your dream. You have to do justice to that also. So it is going to be difficult. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, അത് സ്വയം അക്സെപ്റ്റ് ചെയ്യുക. I think that's the only way to go over it. And judiciously use your time. I mean, time is going to be the biggest constraint when you're working. That is going to be the biggest constraint. So weekends വരെയൊക്കെ യൂട്ടിലൈസ് ചെയ്യുക, വർക്ക് കഴിഞ്ഞിട്ടുള്ള സമയം വരെയൊക്കെ യൂട്ടിലൈസ് ചെയ്യുക. Find that energy. That is very important. So remain, physically മാത്രമല്ല mentally exhausted ആവാണ്ട് നോക്കുക. വർക്ക് കഴിയുമ്പോൾ some days can be very stressful. So find your source of inspiration, find your source of refreshment. അതൊക്കെ റെഡി ആക്കി വെക്കണം. അപ്പൊ നല്ലൊരു സിനിമ കാണാൻ ഇടയ്ക്ക്, അല്ലെങ്കിൽ നല്ലൊരു ബൈക്ക് യാത്ര നടത്താൻ ഇടയ്ക്ക്. അപ്പൊ ഇതൊക്കെ സെറ്റ്സ് യുവർ perspective right. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. Ensure that you don't compromise on things, on your priorities. That's the only way to go. See, I'll add a couple of things. Usually when we have a student who is working and wants to prepare, we do not have a 1-year plan. Usually it's 1-year preparation, 1-year exam. We cannot have a 1-year plan for a person who's preparing with zero background. Background ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് മാറ്റവും വരുത്താം. പക്ഷെ we cannot have a 1-year plan. It will be like 2-3 year plan. So be prepared for that one. Second thing is, if you want help, as I said, there's an online batch which we at Fortune IAS Academy is providing. You can join for that batch as well, August 11th. There's also another batches which we provide at afternoon as well. According to your convenience, you can join that. That is one thing. But most important thing, as Manoj said, is how you utilize your time. Utilizing your time is going to be brilliant, and it has to be absolutely brilliant. And at the same time, you need to have that discipline and motivation for a really long time. Because when you're working, you're getting your salary every month. So you're comfortable. So you're not thinking like, what will happen if I fail? Because you already have this thing. So when you're comfortable, it is difficult to push yourself beyond a limit. That's also something you have to. So you have to give that additional push to yourself. So these are some of the things I felt in people who are working and preparing. So you can't have a 1-year plan for it. You probably have a second or third year. So there was one student which I had, like we planned like in the third year. Third year he went till mains but could not clear mains. Okay, so that was the thing. So we are having it the fourth, and mainly because he could not take a leave as Manoj did. So you probably will have to take a leave before your mains. It becomes much more difficult at that point.
So there is one more thing to it, I feel. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രിപ്പറേഷന്റെ ഗ്രാഫ് ഇസ് നെവർ ഒരു ലീനിയർ ഗ്രാഫ് ഒന്നുമല്ല. അതിങ്ങനെ എപ്പോഴും മുകളിലോട്ട് പോകുന്ന ഒരു ഗ്രാഫ് ഒന്നുമല്ല. ദർ വിൽ ബി ഡേയ്സ് വെൻ യു ഫീൽ ടോട്ടലി ഡീമോട്ടിവേറ്റഡ്. അത് മനസ്സിലാക്കണം. കാരണം ഇപ്പോൾ സപ്പോസ് ഇമാജിൻ യു ഹാഡ് എ വെരി ബാഡ് ഡേ അറ്റ് ഓഫീസ്. അപ്പോൾ തിരിച്ചു വന്നിട്ട് ബുക്ക് എടുത്ത് പഠിക്കുക ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. സോ നോ ദാറ്റ് ഇന്ന് എനിക്ക് 1 മണിക്കൂർ പഠിക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ നാളെ ഐ വിൽ ഹാവ് ടു കോമ്പൻസേറ്റ് ഫോർ ദാറ്റ്. സോ ദാറ്റ് ബാലൻസ് ഹാസ് ടു ബി ദർ ഇൻ യുവർ മൈൻഡ്. ഇപ്പൊ ഇന്ന് എനിക്ക് അതുകൊണ്ട് തന്നെ ഡോണ്ട് ഗോ ബൈ ദി അവേഴ്സ് യു സ്റ്റഡി. ക്വാളിറ്റി ഓഫ് കണ്ടന്റ് എപ്പോഴും ഫോക്കസ് ചെയ്യാം. അതായത് ഇന്ന് ഞാൻ 2 മണിക്കൂർ പഠിച്ചു, നാളെ ഞാൻ 5 മണിക്കൂർ പഠിച്ചു എന്ന് പകരം ഇന്ന് ഞാൻ ഈ ചാപ്റ്റർ ഫിനിഷ് ചെയ്യും, ഇന്ന് ഞാൻ ഈ പർട്ടിക്കുലർ ടോപ്പിക് ഫിനിഷ് ചെയ്യും. ഗോ ബൈ ദാറ്റ്. കണ്ടന്റ് ക്വാളിറ്റി ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. ടൈം മാത്രം നോക്കി ഞാൻ ഇത്ര നേരം പഠിച്ചു എന്നുള്ള സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാതെ ആ ക്വാളിറ്റി ഓഫ് അല്ലെങ്കിൽ കണ്ടന്റ് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുക. ദാറ്റ്സ് സംതിങ് യു ഷുഡ് ഡു. ആൻഡ് ഓൾസോ റിമെമ്പർ ജസ്റ്റ് ബിക്കോസ് യു ഡിഡ് നോട്ട് സ്റ്റഡി ഫോർ 1 day ഡസന്റ് മീൻ ദാറ്റ് എന്താണ് നിങ്ങൾ ഉഴപ്പിയെന്നല്ല. കാരണം അത് യുവർ സിറ്റുവേഷൻ ഇസ് അങ്ങനെ. യു ആർ വർക്കിംഗ് പ്രൊഫഷണൽ. യു വിൽ നോട്ട് ബി ഏബിൾ ടു ഗിവ് യുവർ 100 every day. സോ ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് എടുത്തിട്ട് വിടാം. ഐ തിങ്ക് മനോജ് വിൽ ഓൾസോ ഹാവ് ദ എക്സാക്ട് സെയിം തിങ് വിച്ച് ഐ വിൽ സേ ഫോർ ദിസ്. സർ, ഷുഡ് വി ബി പ്രിപ്പയറിംഗ് ഫോർ എ ഡിഗ്രി അബ്രോഡ് ഓർ ഷുഡ് വി ബി പ്രിപ്പയറിംഗ് ഫോർ സിവിൽ സർവീസസ്? That depends on you completely. actually, so if you want a degree abroad, go for it. If you want civil service, go for it. No one's pushing it. it's very individualistic. I mean, what do you actually need in life? That's the question you got to find answer. You can't expect someone else to answer that for you. It's up to you basically what you actually want to do, what you want to study to do something. I mean, adakka ningade personal saanana. Don't I mean, the worst thing you can do is take someone else's answer and bring try to work it on your life. So that's the worst thing you can do. What do the interviewers test in the interview? Your personality or your knowledge? Do they ask current affairs questions? See, current affairs annathe ആ കോണ്ടെക്സ്റ്റിൽ ആ പർട്ടിക്കുലർ സമയത്ത് നടന്ന കാര്യങ്ങളൊക്കെ വിൽ ബി ആസ്ക്ഡ്. പക്ഷെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഐ തിങ്ക് certain things are tested. Your presence of mind, your approach to answers, how you approach certain issues, how you present certain things. കാരണം ആദ്യത്തെ ഇന്റർവ്യൂവിൽ I did these mistakes, so I know. I thought it was all about knowledge. Knowledge is very important. You need to know things. I mean, you cannot simply walk in there and not know things. That is there. But it is not just about that. That's something I realized after my first interview. My second interview, I think one or two questions I did not know answers. I told them, ma'am, I don't know. I submitted. There is nothing wrong in saying I don't know. There is no harm. Pakshe, on questions that I knew or that demanded my opinion, I presented those in a very, humble and nice manner. That is important. I believe that is important, and try to give a fresh perspective on things. So I got certain questions based on my optional also. So that's an advantage. So I could put it very neatly. അത് കുറെ അന്നത്തെ ദിവസം പോലെ ഇരിക്കും. പക്ഷേ what they are testing is not just your knowledge, your approach to the answer, the perspective you are trying to bring, how cool you are while you are there, and are you arrogant, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. It's also about that, mostly about that actually. So there's this question about did you have mental breakdowns or fatigues? How did you handle stress? There were a couple of questions on how you handle stress. See, when you work for something and you don't get it, it's a very tough situation. I mean, പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് it's very easy to say, എടാ സാരമില്ലടാ. See, I think the worst thing to go and tell a candidate when he has not cleared an exam is, എടാ അടുത്ത പ്രാവശ്യം പഠിക്കടാ, കുഴപ്പമില്ല. So that's the worst thing you can do to a candidate. I think Munshad will agree with me. I mean, we have all been through this. പരീക്ഷ പാസ്സാണ്ടിരിക്കുമ്പോഴത്തേക്ക് someone will come and say, കുഴപ്പമില്ലടാ അടുത്ത പ്രാവശ്യം. So do you actually know what I went through this whole year? I mean, what I did this whole year. So see, thing is, you will all go through. I mean, I wish nobody goes through that. But when you go through that, it's not easy. I mean, but know one more thing. That's not going to be a permanent place. You will move forwards. അങ്ങനെയാണ്. കാരണം അത് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരും നമ്മുടെ ഫ്രണ്ട്സും ഫാമിലി എല്ലാം they'll help you overcome that. പക്ഷേ it's not a very comfortable place to be at. പക്ഷേ one thing you should remember is, see, നിങ്ങളെ പോലെ പല ആൾക്കാരും ഉണ്ട്. ഈ പരീക്ഷ എഴുതി കിട്ടാത്ത പല ആൾക്കാരും ഉണ്ട്. That's all right. That's very much all right. Life is not just about this exam എന്നുള്ളത് തിരിച്ചറിയാം. ഈ എക്സാമിൽ പാസ്സായാലും മാത്രമേ ലൈഫിൽ സക്സസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലോകത്ത് സക്സസ്ഫുൾ ആയ ആൾക്കാരുടെ എണ്ണം ഭയങ്കര കുറവായിരിക്കും. സോ അങ്ങനെയല്ല. സോ ഡോണ്ട് തിങ്ക് അങ്ങനെ. പക്ഷെ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് ഉണ്ടാവും. ആൻഡ് ഐ തിങ്ക് യു വിൽ ഓവർകം ദാറ്റ് ഗ്രാജുവലി. ഐ മീൻ, see, that is when you will be able to enjoy success also. ഈ ചുമ്മാ ഒരു ദിവസം പോയി പരീക്ഷ എഴുതി പാസ്സാവുന്നതിൽ
I mean, that's the most happiest thing you can expect. But when you have gone through failures and you finally pass the exam, and when you look back at those things, it gives you sense of satisfaction also. So, അങ്ങനെയൊക്കെ ആലോചിക്കുക. And don't consume yourself in this preparation of exam alone. I mean, be engaged in other activities also. Read books, watch movies, do other things also that can move. So, and the strategy is very simple. What is subject and I will not have more than 2 books. എന്നുള്ളതായിരുന്നു എൻ്റെ സ്ട്രാറ്റജി. സി ബുക്സ് കൂടുന്തോറും ഇറ്റ്സ് വെരി കൺഫ്യൂസിങ്. അത് മാത്രമല്ല എക്സാം എടുക്കുന്തോറും യു വിൽ ഫീൽ ടെൻസ്ഡ്. അതായത് ഇത്രയും ബുക്ക് കവർ ചെയ്യാനുള്ളൂ. അപ്പൊ ചൂസ് വൺ ഗുഡ് ബുക്ക് ആസ് യുവർ സ്റ്റഡി മെറ്റീരിയൽ. എന്നിട്ട് ഞാൻ അതിനകത്ത് തന്നെ നോട്ട്സ് ഉണ്ടാക്കാറുണ്ടായിരുന്നു. ചില ആൾക്കാർ സെപ്പറേറ്റ് നോട്ട്സ് ഉണ്ടാക്കും, ടോട്ടലി ഫൈൻ, അപ് ടു ദി ഇൻഡിവിജ്വൽ. പിന്നെ ഒരു എക്സ്ട്രാ ബുക്ക് ഐ യൂസ് ടു കീപ് ആസ് റെഫറൻസ്, എന്തെങ്കിലും അഡീഷണൽ സാധനങ്ങൾ വേണമെങ്കിൽ. ബാക്കിയെല്ലാം എവറിത്തിങ് എൽസ് ബാക്കിയെല്ലാം വാസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ആക്ച്വലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് MCQs ആയിരുന്നു. അതിന്റെ കൂടെ കണ്ടന്റ് ആയിട്ട് ഞാൻ ആഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ ഈ ധാരാളം മെറ്റീരിയൽസ് ഉള്ളപ്പോൾ ഇറ്റ്സ് വെരി കൺഫ്യൂസിങ്. ജസ്റ്റ് ചൂസ് വൺ മെറ്റീരിയൽ, അത് നന്നായിട്ട് വൃത്തിക്ക് പഠിക്കുക, ആൻഡ് റെഫറൻസ് മെറ്റീരിയൽ അഡീഷണൽ കണ്ടന്റിന് വേണ്ടി ഉപയോഗിക്കുക. ടേക്ക് എ ലോട്ട് ഓഫ് ടെസ്റ്റ് സീരീസ്. ആ ടെസ്റ്റ് സീരീസിലുള്ള ക്വസ്റ്റ്യൻസ് വെച്ച് നോളജ് ആഡ് ചെയ്യുക. ശരിയാണ് നെറ്റിലുള്ള ധാരാളം തേടി പോയിട്ട് ഫിനിഷ് ഒരു സബ്ജക്റ്റിന് തന്നെ 10 ബുക്ക് വായിക്കുന്നതിനേക്കാളും എന്തുകൊണ്ട് നല്ലതല്ലേ ഒരു ബുക്ക് 10 പ്രാവശ്യം വായിക്കുന്നത്. സോ ഐ തിങ്ക് ദാറ്റ് അപ്രോച്ച് ഇസ് മോർ പ്രാക്ടിക്കൽ. So moving on, I work in a bank and I had to travel a long distance after my work and feeling tired after reaching. How was your preparations after work at night and how much time? Oh, that's a tough question in the sense that, see, ഞാൻ പറഞ്ഞില്ലേ ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് യു വിൽ ഫീൽ റിയലി ടയേർഡ്. ഐ മീൻ അപ്പോൾ അത്രയ്ക്ക് വർക്ക് ചെയ്യാൻ പറ്റിയില്ലെന്ന് വരും. അപ്പോൾ സ്റ്റോപ്പ് മെഷറിങ്. അപ്പൊ ഞാൻ പറയാറുണ്ട് അടുത്ത്, ഇന്ന് നീ ഒന്നും പഠിച്ചിട്ടില്ലല്ലോ, അപ്പൊ നാളെ എന്താ ചെയ്യുക, നീ ഇങ്ങനെ പോയാൽ എങ്ങനെയാവുക. പക്ഷെ അടുത്ത ദിവസം ഐ ബി ബെറ്റർ. സോ അന്ന് എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് വായിക്കാൻ പറ്റും. ഈ വർക്ക് ചെയ്തുകൊണ്ട് പഠിക്കുന്ന സമയത്ത് തിങ്സ് ആർ നോട്ട് വെരി ഈവൻ ആസ് ഒരു ഫ്രഷ് ആയിട്ട് പഠിക്കുന്ന ക്യാൻഡിഡേറ്റിനെ പോലെ. കാരണം എന്ന് വെച്ചാൽ ദേ ഹാവ് 24 hours with them. They are not doing anything. അപ്പൊ രാവിലെ അങ്ങനെയല്ല, they are preparing. So രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ടൈം is available to them. പക്ഷേ you don't have the luxury of that time. അപ്പോ ചില ദിവസം, അതുകൊണ്ടാണ് മുൻചേട്ടൻ എനിക്ക് നേരത്തെ പറഞ്ഞത്, when you are a working professional and you're preparing, you're not looking at a 1 year time period. You're looking at something longer, probably, if you're starting afresh. The reason is this. കാരണം എന്ന് വെച്ചാൽ എന്നും ഒരേ amount of work you won't be able to put. അല്ലേ, that's not practical actually. When you're working, you'll be having bad days, you'll be tiring, you'll be exhausted. അപ്പൊ അതൊക്കെ നമ്മൾ കണക്കിലെടുക്കണം. And use your weekends wisely. Doesn't mean that weekend is സിനിമയ്ക്ക് പോയത് പുറത്ത് പോകണം, അതൊക്കെ ചെയ്യണം. പക്ഷേ find good amount of time for your preparation. I think that's the most practical thing to do. Sir, I also want to restart my preparation. I did my coaching in 2017. So from which subject exactly did you restart your preparation? Because I find it very difficult to restart, as I am also a working professional, 10 to 7 job. So I think when it comes to restarting and I think rereading things, it's ആ ബുക്ക് വീണ്ടും എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. എടുത്തു കഴിയുമ്പോൾ അത് മുന്നോട്ട് പോയിക്കോളും. സോ പിക്ക് എ സബ്ജക്ട് ദാറ്റ് ഇസ് വെരി കംഫർട്ടബിൾ ഫോർ യു. ഞാൻ അതാണ് ചെയ്തത്. ഐ പിക്ഡ് അപ്പ് സോഷ്യോളജി. I knew I was very comfortable with sociology. So I started reading my optional. പിന്നെ അല്ലെങ്കിൽ എസ് എഴുതി തുടങ്ങാം. ദാറ്റ്സ് സംതിങ് വെരി ഈസി ടു ഡു. ഐ മീൻ എസ് എഴുതാനായിട്ട് വലിയ പ്രിപ്പറേഷൻ ആവശ്യമൊന്നുമില്ല. യു ജസ്റ്റ് നീഡ് ജനറൽ അവയർനെസ് ടു റൈറ്റ് എ ഡീസന്റ് എസ്സേ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങാം. അപ്പോൾ സ്ലോലി യു സ്റ്റാർട്ട് ഗെറ്റിംഗ് ദാറ്റ് ഹാങ് അഗെയിൻ. അല്ലെങ്കിൽ എത്തിക്സ് വായിച്ചു തുടങ്ങാം. സോ അങ്ങനത്തെ സ്ഥലങ്ങൾ തുടങ്ങാം. ഡോണ്ട് സ്റ്റാർട്ട് വിത്ത് വെരി സ്പെസിഫിക് തിങ്സ്. ഐ മീൻ ദിസ് ഇസ് മൈ പെർസ്പെക്ടീവ്. സം പീപ്പിൾ വിൽ ഹാവ് ഡിഫറെന്റ് പെർസ്പെക്ടീവ്. ഞാൻ പറയുന്നത് വെച്ചാൽ things that you're comfortable with, things that are very easy, that doesn't demand ഭയങ്കര കുറെ preparation ആവശ്യമില്ലാത്ത സാധനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. So you'll get a hang of it gradually and you'll pick it up from there. See, there's a couple of things. One, the minimum requirement for UPSC Civil Service examination is a degree. You just need a degree. You need not have a postgraduate even. Just a degree, any degree would do. Okay, because a couple of questions were regarding that. So if you have a degree, you can prepare for Civil Service examination. Simple as that. Also, there was a question directed at us. When will Fortune IAS Academy restart offline classes? As soon as the government allows us is the answer. But probably we will not be able to shift to fully offline classes anytime soon. We'll give online as an option as well. That is, I think, true for any institution nowadays because of the pandemic-induced scenario we are facing. And also, see, if you're joining, I would say join now. Don't look at whether it is online or offline.
because people who are sitting in an online class is already going to be ahead of you by the time the offline thing comes. So you will be probably behind. Okay. So you'll have to probably be shelving your plans for 1 year. So why waste time if you, I would say, join straight away, and when it becomes offline, you can come offline as well. Sir, in which year of your college did you get to know that you wanted to join civil services? Have you prepared since your college days? Okay. 2015 ഒക്കെ ആയിരുന്ന സമയത്താണ് I started actually thinking about this. കാരണം എന്റെ ചില seniors they actually worked for a few years and then they started quitting their job. So ഞാൻ അവരുടെ ചോദിച്ചു എന്താണ് നിങ്ങൾ ഇത്രയും പഠിച്ചിട്ട് ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടി 2-3 വർഷം കഴിഞ്ഞിട്ട് why are you quitting your jobs? അപ്പൊ അവര് പറഞ്ഞു വർക്ക് ഭയങ്കര മോണോട്ടോണസ് ആണ് അങ്ങനെയൊക്കെ. I started hearing a lot of things that we hear. അപ്പൊ I thought, I mean, എന്താണ് എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ജോലി, എന്താണ് എന്തൊക്കെയാണ് അവൈലബിൾ പ്രൊഫഷൻസ്, ഇതല്ലാണ്ട് ബാക്കി എന്തൊക്കെയാണ് കരിയേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് than the list provided to me in the college എന്തൊക്കെയാണ്. So that's when this thought of civil services also came in. And അങ്ങനെ 2015 I started reading about it, and things got serious in 2016. My final year, when I actually decided I'm not sitting for placements, that's when I started reading for prelims mains. പക്ഷെ അന്നെ preparation was very limited. Online materials മാത്രം പഠിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ it seriously started in 2016. Though I did not know then how to approach placements. Okay. See, sir, how did you choose your optionals? Should we go through a lot of options while choosing the optional? Okay, this is a very important question. I think one should be very careful. I mean, one should be very thoughtful before choosing the optional, because see, എനിക്ക് പേഴ്സണലി എന്നെ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ സഹായിച്ച ചില പേപ്പേഴ്സ് ഉണ്ട്. One is optional. A couple of things, if you are listening to me. See, is there any optional related to law? There is a law optional, not very recommended, but yes, there is a law optional, but there's not much peer group or guidance for it. Even law people are not following it, but there is a law optional. Okay, there's an optional law, specific law. You can check the details in UPSC site. Sir, I want to join R&AW, Research and Analysis Wing. What should I do? Yeah, Harry Potter കാണുന്ന പോലെയാണ്. I think it's see, I'll give you one thing. I'll just add to that. R&AW does not do direct recruitment. See, you will not get a recruitment in paper saying that Research and Analysis Wing is calling for people. I'll start with that. Okay. Usually their recruitment is from within police or from IPS. So if you're an IPS officer, you'll probably end up in RAW if you want to. Okay. Otherwise, they will conduct recruitments in some other name. I really don't know. It changes from time to time. I met people in Delhi who are working in RAW, but they said that their recruitment was in some other name, not for RAW. Okay. I don't know in future, but yeah, probably it's also to protect people, their identity and stuff. And if you're an IPS officer, you can end up in RAW, because I had a couple of my friends whose fathers were in RAW, but not as an agent, but in the admin, in the top level. Okay, the people who are controlling RAW in that level. So if you get IPS, I think that would be the best way to get into research and analysis wing, and many other jobs as well on that regard. So did you, so I'll just take up this one question. Sir, how many years question papers did you cover in the period of 1 month before prelims? I mean, whether the question paper for the last 5 years like that. Munshida, can I answer that? Yeah, this is for you. So I strongly believe that question papers is something that you don't pick up in the last 1 month. So actually, initial few months question papers is the first thing you should be doing. കാരണം എന്താ വെച്ചാല് ഇപ്പോ നമ്മളൊരു ആളെ കാണാൻ പോകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അയാളോട് സംസാരിക്കാൻ പോകുമ്പോഴത്തേക്കും യു റീഡ് അബൌട്ട് ദാറ്റ് പേഴ്സൺ ഫസ്റ്റ് അല്ലേ. സെയിം അപ്ലൈസ് ടു എക്സാം ഓൾസോ. നമ്മളൊരു എക്സാം എഴുതാൻ പോകുമ്പോഴത്തേക്കും ആ എക്സാം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാനുള്ള ഈസിയസ്റ്റ് വേസ് ഗോ ബാക്ക് ടു ദ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ. So you don't pick up the previous year question paper 1 month before the exam. You actually do it much before that. അപ്പോൾ എനിക്ക് തോന്നുന്നു you shouldn't do that before 1 month. Actually, before 1 month, you should know all the questions that they have asked already. കഴിഞ്ഞ 10 വർഷത്തേക്ക് അവർ ചോദിച്ചിട്ടുള്ള questions ഒക്കെ should be there. You should be knowing all that. I mean, that is a better approach than picking up the questions in the last moment. Is it easy to get a job after spending 2 or 3 years in preparation? It's not easy. I mean, I would say it's not that easy. പക്ഷേ I think I was just lucky to find that job. കാരണം വെച്ചാൽ I am basically a chemical engineer, and that particular
job required a civil or chemical engineer or electrical engineer. But again, this same question you asked came up during the interview. When I went there actually to Bangalore for the interview, they asked, there is a 2-year break after your college. Why should we be picking you? So it is up to you how you're going to convince them. That is your skill basically. So see, you can tell a lot of things. I mean, how do you convince them that you can do things? I mean, for that oneness, you still have to be good at your subject. അവരെന്ത് ജോലിക്കാണോ നിങ്ങളെ വിളിക്കാൻ ശ്രമിക്കുന്നത്, you have to have a basic understanding of that and be good with your basics. If they know that you're good with your basics and you can do good work there, that should be enough for them to take you. And you should give them a convincing answer on what you did in those 2 years. I mean, that's a very basic question anyone would be asking you. But yeah, I agree that it's not very easy to find a job. In my case, I was super lucky because results വന്നിട്ട് 1 മാസത്തിനുള്ളിൽ I got the job. So things happened pretty soon for me. So See, I think I'll add a bit to that. See, if you're really serious with your preparation, you will get a job. You will get a job in government, mostly in government, probably not related to your engineering. So that's what I've seen. See, one specific thing which I said I've seen people have is, see, anyone who is very serious with UPSC preparation always has a job at the end. That's what I've always seen. People are not so serious, we can't guarantee for them. That we can't take a guarantee. But people who are serious, people who are really into it, people who give it their all, end up with a job. I've always seen it over my last 6-7 years with this examination. Another thing which people do is, if you are not good, people do go for a post-graduation. That is also something else which people do. I mean, that's true. I mean, Munchadam പറഞ്ഞ വളരെ ശരിയാണ്. I mean, in the sense that നിങ്ങൾ പഠിക്കുമ്പോഴത്തേക്കും you are learning a lot of things. I mean, അപ്പോൾ ഈ പരീക്ഷ മാത്രമല്ല, മേ ബി ഫ്യൂ അതർ എക്സാംസ് ഓൾസോ, അത് അത്രയും സ്പെസിഫിക് അല്ലെങ്കിലും യു മൈറ്റ് ആക്ച്വലി എൻഡ് അപ്പ് ക്രാക്കിംഗ് എ ഫ്യൂ അതർ എക്സാംസ്. ദാറ്റ്സ് ട്രൂ. ആൻഡ് പക്ഷേ ഇറ്റ്സ് യുവർ ചോയ്സ്. It's a choice you'll have to make whether you'll have to work in the private or the government. That's up to you. So it's very individual specific. See, there are people who are doing like masters in public policy and stuff, which you can get after your preparation. There's a lot of other jobs which open up with preparation as well, not just engineering jobs. So you can get that. Okay, so we will, I think, stop with that, I guess. So, Sebin, you can take over. Okay. So once again, thanking Manoj for sparing so much time. Thank you. It's been a long time, and I think like a webinar or like some such. So thank you for getting the platform. Thank you. Yeah, we'll meet up after you're back. So yeah. Sure. So, Sebin, you can take. താങ്ക് യു സർ. സർ, നമ്മുടെ വളരെ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. സാറിന് നമ്മുടെ ലൈഫ് ജേർണി തന്നെയാണ് നമ്മുടെ ഈ ഒരു സെഷനിലൂടെ പറഞ്ഞു തന്നത്. നമ്മുടെ ഈ ഒരു സെഷൻ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അതൊരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും IAS എന്നൊരു 3 അക്ഷരം അല്ലെങ്കിൽ ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഒരു ഭാഗമാകാൻ ആഗ്രഹിക്കുന്നവരാണ്. അവർക്ക് എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മലയാള മനോരമയുടെ ഈ ഒരു സെഷനിൽ, ഈ ഒരു വേദിയിൽ വരികയും നമ്മളുടെ ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്ത് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയും ചെയ്ത മനോജ് മാധവ് IFSന് മലയാള മനോരമയുടെ പേരിലുള്ള നന്ദി അർപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച് സർ. ഒപ്പം It's my pleasure. Thank you. ഒപ്പം And thank you, Munshi. Thank you for coordinating everything. താങ്ക് യു സർ. മുനി സർ, താങ്ക് യു സോ മച്ച്. നമ്മൾ ഈ ഒരു സെഷൻ ഇത്രയും ലൈവായിട്ട് നിർത്താൻ സാധിച്ചു. സാറിന്റെ ഒരു സപ്പോർട്ട് ഉണ്ട്. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സോ മച്ച്. Thank you very much. Thank you. ആൻഡ് നമ്മൾ ഈ ഒരു സെഷൻ എല്ലാവർക്കും അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അവരുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ, അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഉന്നതമായ വിജയം അവരുടെ ലൈഫിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി. ഒപ്പം നമ്മളുടെ ഈ ഒരു സെഷനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും support@manoramahorizen.com എന്നുള്ള ഇമെയിൽ അഡ്രസ്സിൽ എഴുതി അറിയിക്കുമല്ലോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. Thank you. Manorama Horizon. Learning made simple.